Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah walhamdulillah wassalatu wassalamu ala rasulillah. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Allahumma ij'al hubbaka ahabba ilayna min anfusina. Allahumma la sahla illa ma ja'altahu sahla wa anta taj'alul hazna idha shi'ta sahla. Rabbi zidna ilman nafi'a. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അൽഹംദുലില്ലാ നമ്മൾ കഴിഞ്ഞ ദിവസം 153-ാമത്തെ ആയത്തിലാണ് ഫിനിഷ് ചെയ്തത് അല്ലേ. ഇൻഷാ അല്ലാഹ് ഇന്ന് 154 155 പക്ഷെ നമുക്ക് 153-ൽ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്നൊന്ന് റിവ്യൂ ചെയ്തിട്ട് പോവാം. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ സെക്കൻഡിലും ആവശ്യമുള്ള ഒരു ആയത്താണല്ലോ അല്ലെ 153 എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അപ്പൊ ആദ്യം ഒരു കുഞ്ഞ് റിവ്യൂ ആ ആയത്തിന് ചെയ്തിട്ട് 154 155-ലേക്ക് പോകാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين. സത്യവിശ്വാസികളെ നിങ്ങൾ സഹനവും നമസ്കാരവും മുഖേന ക്ഷമയും നമസ്കാരവും മുഖേന അള്ളാഹുവിനോട് സഹായം തേടുക, തീർച്ചയായും ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അള്ളാഹു. നമുക്കറിയാം നമസ്കാരം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ. നമ്മൾ ഇസ്ലാമിന്റെ 5 തൂണുകളിൽ ഒന്നാണ് അല്ലെ. ഇസ്ലാം കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങളിൽ ഒന്നാണ്. എല്ലാ മുസ്ലിമിന്റെ മേലും നിർബന്ധമായിട്ടുള്ള ഒരു ബാധ്യതയാണ്. ഏത് അവസ്ഥയിലാണെങ്കിലും അല്ലെ, എന്തൊരു സിറ്റുവേഷനിലാണെങ്കിലും, അവൻ വീട്ടിലാണെങ്കിലും ജോലിയിലാണെങ്കിലും രോഗിയാണെങ്കിലും യാത്രയിലാണെങ്കിലും നമസ്കാരത്തിന് ഒരു എക്സെപ്ഷനും ഇല്ല. മാത്രമല്ല യൗമുൽ ഖിയാമയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന അല്ലെങ്കിൽ ആദ്യം ചോദിക്കുന്ന ചോദ്യത്തിൽ പെട്ടതാണ് നമസ്കാരം എന്ന് പറയുന്നത്. കാരണം അത് അള്ളാഹുവിന്റെ അവകാശങ്ങളിൽ പെട്ടതാണ്. സോ നമസ്കാരം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാത്ത ആരും തന്നെ ഇവിടെ ഇല്ല അല്ലെ. പക്ഷേ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായം തേടാൻ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്? ആദ്യം ക്ഷമ അല്ലെ, ബിസ്വബരി വസ്വല, ക്ഷമയിലൂടെ നമസ്കാരത്തിലൂടെ. അതിന്റെ അർത്ഥം നമസ്കാരം ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല അല്ലെ. നമസ്കാരം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എപ്പോഴും എല്ലാ സാഹചര്യത്തിലും നമസ്കാരം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു സംശയവും ഇല്ല. പക്ഷെ പ്രയാസങ്ങളിലേക്ക് വരുമ്പം, പ്രയാസമുള്ള സാഹചര്യങ്ങളിലേക്ക് വരുമ്പം നമുക്ക് ക്ഷമയും കൂടെ ആവശ്യമുണ്ട്. മാത്രമല്ല ക്ഷമ പലപ്പോഴും നമസ്കാരത്തെക്കാൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് നമ്മളെ അടുത്തുനിന്ന് അല്ലേ. കാരണം നമസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ കണ്ടിന്യൂസ്ലി ഹാൻഡ് റൈസ് ചെയ്യുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ? ഒന്ന് ചാറ്റിൽ ഇടണേ, അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യല്ലേ, കുറച്ചൊരു ഡിസ്റ്റർബൻസ് ആവും നമുക്ക് ക്ലാസ്സിൽ. ഓക്കെ, അപ്പം ക്ഷമ എന്ന് പറയുന്നത് പലപ്പോഴും നമസ്കാരത്തിനേക്കാളും നമ്മളെ അടുത്ത് നിന്ന് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. കാരണം നമ്മൾ പലപ്പോഴും നമസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അല്ലെ, അല്ലെങ്കിൽ 15 20 മിനിറ്റ് എടുക്കുകയാണെങ്കിലും അത് കഴിഞ്ഞാൽ നമസ്കാരം കഴിഞ്ഞു. പക്ഷെ ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 10 15 മിനിറ്റിൽ ഒതുങ്ങി നിൽക്കുന്നില്ല അല്ലെ. അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ 5 പ്രാവശ്യത്തിൽ അല്ലെങ്കിൽ 5-ൽ കൂടുതൽ എത്ര നമസ്കാരം നമസ്കരിക്കുന്ന അത്രയും പ്രാവശ്യത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. ക്ഷമ എന്ന് പറയുന്നത് എല്ലാ സാഹചര്യത്തിലും വേണം. നമ്മൾ ഒറ്റയ്ക്കുള്ളപ്പോൾ മാത്രമല്ല അല്ലെ, ആളുകളുടെ മുമ്പിലായിരിക്കുമ്പോൾ നമുക്ക് ക്ഷമ വേണം. ആളുകൾ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ, വിമർശിക്കുമ്പോൾ, നമ്മളെ വിഷമിപ്പിക്കുമ്പോൾ നമുക്ക് ക്ഷമ വേണം. നമുക്ക് ശാരീരികമായ വേദന വരുമ്പോൾ ക്ഷമ വേണം. നമ്മൾ മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ക്ഷമ വേണം അല്ലെ. ഏത് സിറ്റുവേഷനിലാണെങ്കിലും രാവും പകലും 24/7 എല്ലാ സമയത്തും നമുക്ക് ക്ഷമ വേണം. അപ്പം ക്ഷമ എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമാണ് അല്ലെ. സബർ എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റുമാണ്. സുബ്ഹാനല്ലാഹ്. അത് പ്രയാസമായതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് എപ്പോഴും എന്തായിരിക്കും? വളരെ എന്താ പറയാ, വളരെ വലിയതായിരിക്കും അല്ലെ. പ്രയാസമായതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ഫ്രൂട്ട് ഒരുപാട് പ്രയോജനമുള്ള കാര്യമായിരിക്കും. ഒരു ചൊല്ലുണ്ട് അറബികളുടെ ഇടയിൽ, ക്ഷമ എന്ന് പറയുന്നത് അതിന്റെ പേര് പോലെ തന്നെയാണ്, അത് വളരെ കയ്പുള്ളതാണെന്ന്. അപ്പൊ എങ്ങനെയാണ് ക്ഷമയുടെ പേര് പോലെ എന്ന് പറയുന്നത്? ഈ പുരാതന അറേബ്യയില്
അവരുടെ ഭാഷയിൽ സബർ എന്ന് പറയുന്ന വാക്ക് അവർ യൂസ് ചെയ്യുന്നത് ഒരു സാഹചര്യം എന്ന് പറയുന്നത് പാല് കേടായിട്ട് വളരെ മോശമായിട്ട് അതൊരാളെ വായിൽ വെച്ച് നോക്കാൻ പറ്റാത്ത അത്രയും മോശപ്പെട്ട ഒരു ടേസ്റ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിൽ അതിനെ സ്വബർ എന്ന് വിളിക്കും അല്ലെ. അപ്പം അവിടെ സ്വബർ എന്ന് പറയുന്നത് മധുരമുള്ള ഒരു കാര്യമല്ല, അത് ടേസ്റ്റ് ചെയ്യാൻ തീരെ പറ്റാത്തൊരു സാധനമാണ്. സുബ്ഹാനല്ലാഹ്. വേറൊരു യൂസേജ് എന്ന് പറയുന്നത് സ്വബറിന് ഒരു മരത്തിന്റെ ഒരു നീര്, ഒരു ജ്യൂസ് ഉണ്ട്, അതിൽ നിന്നും ഒരു കയ്പുള്ള ഒരു മെഡിസിൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട് അവര്. ഓക്കെ, അതായത് ഒരു മരത്തിന്റെ ജ്യൂസിൽ നിന്ന്, ഒരു നീരിൽ നിന്ന് ഒരു മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടി അവര് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അത് എത്രത്തോളം കയ്പുള്ളതാണ്, എന്നാൽ അതൊരു മരുന്ന് പോലെ വർക്ക് ചെയ്യുന്ന, മരുന്ന് പോലത്തെ റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സബർ എന്ന്, അല്ലേ. അപ്പൊ അത് അത്രയും കയ്പുള്ളതാണ്, അത്രയും പ്രയാസമേറിയതാണ്. പക്ഷേ ഒരു കയ്പുള്ള മരുന്ന് പോലെ, നമ്മൾ കയ്പുള്ള മരുന്ന് എപ്പോഴാ കുടിക്കുക, അതിന്റെ റിസൾട്ട് ഉറപ്പാണെങ്കിൽ നമ്മൾ അത് കുടിക്കൂല. നമ്മൾ എത്ര കയ്പുണ്ടെങ്കിലും നമ്മൾ അത് കുടിക്കും, നമ്മൾ മക്കളെയൊക്കെ പിടിച്ചു വെച്ച് കുടിപ്പിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു ചൊല്ലിന്റെ കണ്ടിന്യൂഷൻ എങ്ങനെയാന്ന് വെച്ചാൽ, ഈ ഒരു അറേബ്യയിലുള്ള ചൊല്ലാണിത്. ക്ഷമയുടെ ക്ഷമ അതിന്റെ പേര് പോലെ തന്നെയാണ്, അത് കൈപ്പേറിയതാണ്. പക്ഷെ അതിന്റെ ഫലം തേനിനേക്കാൾ മധുരമുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ക്ഷമ നമ്മളെ ശരിക്കും അങ്ങേയറ്റം നമ്മളെ ക്ഷീണിപ്പിച്ച് കളയും, അല്ലേ, നമ്മളെ ഡ്രെയിൻ ചെയ്ത് കളയും. നമുക്ക് ഭയങ്കര ഹൊറിബിൾ ആയിരിക്കും ക്ഷമ എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് തേനിനേക്കാൾ മധുരമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഇന്നല്ലാഹ മഅസ്വാബിരീൻ, അള്ളാഹു ക്ഷമയുള്ളവരുടെ കൂട്ടത്തിലാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിലാണ്, അള്ളാഹു പ്രയാസപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ്, സ്ട്രൈവ് ചെയ്യുന്നവരുടെ, ഉറച്ചു നിൽക്കുന്നവരുടെ, സെൽഫ് കൺട്രോൾ ഉള്ളവരുടെ, അല്ലെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിലാണ് അള്ളാഹു. നെഗറ്റീവായിട്ട് റിയാക്ഷൻസ് കൊടുക്കാത്തവരുടെ കൂട്ടത്തിലാണ് അള്ളാഹു. ആളുകൾ നമ്മളെ പ്രയാസപ്പെടുത്തുമ്പോൾ കൺട്രോൾ ചെയ്യുന്ന, ഹബ്സുൻ നഫ്സ്, നഫ്സിനെ കൺട്രോൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണ് അള്ളാഹു. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആൾക്കാർ ചെയ്യുമ്പോൾ, അല്ലെ, നമ്മൾ ചെയ്യുന്നതിനെല്ലാം ആളുകൾ എതിർക്കുമ്പോൾ അവിടെ കൺട്രോൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണ് അള്ളാഹു. അള്ളാഹു നിങ്ങൾ ഒറ്റയ്ക്കല്ല, അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്നല്ലാഹ മഅസ്വാബിരീൻ. അള്ളാഹു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് എന്ന് പറയുന്നുണ്ട്, അല്ലെ. പക്ഷെ അള്ളാഹു ഇന്നല്ലാഹ മഅസ്വാബിരീനെ പറയുന്നുള്ളൂ, വൽ മുസല്ലീൻ എന്ന് പറയുന്നില്ല, അല്ലെ. അതായത് നിങ്ങൾ സഹായം തേട് ക്ഷമയും നമസ്കാരവും കൊണ്ട്, പക്ഷെ അള്ളാഹു ആരുടെ കൂടെയാണ്? സബർ കാണിക്കുന്നവരുടെ കൂടെ, നോട്ട് മഅൽ മുസല്ലീൻ, അല്ലെ. അതെന്തുകൊണ്ടാ? ക്ഷമ അത്രയും പ്രയാസാണ്. സുബ്ഹാനല്ലാഹ്. ഒരുപാട് ആളുകളുണ്ട് നമസ്കരിക്കുന്നവർ, അല്ലേ. അതും ഒരുപാട് നമസ്കരിക്കുന്നവരെ നമുക്കറിയാം, കണക്കില്ലാത്ത വക്തുകൾ, സുബ്ഹാനല്ലാഹ്, വക്തല്ല, കണക്കില്ലാത്ത സുന്നത്തുകളും നഫ്ലുകളും നമസ്കരിക്കുന്നവരെ നമുക്കറിയാം. പക്ഷെ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സാധനമാണോ ക്ഷമ? എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ക്ഷമ, അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ക്ഷമയുള്ളവരാണ് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്നവര്. സുബ്ഹാനല്ലാഹ്. ക്ഷമയും കൂടെ ഉണ്ടെങ്കിലേ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായം ലഭിക്കുകയുള്ളൂ, അല്ലെ. നമ്മള് ചിലര് എന്താ ചെയ്യാന്ന് വെച്ചാല് ഭയങ്കര സെൽഫ് കൺട്രോൾ ആയിരിക്കും. അപ്പൊ ഞാൻ അങ്ങേയറ്റം ക്ഷമിച്ചിട്ട് സഹായം തേടാന്ന് വിചാരിക്കും. എന്നാൽ ചിലര് ക്ഷമയുണ്ടാവില്ല, നമസ്കാരത്തിലൂടെ സഹായം തേടാന്ന് വിചാരിക്കും. ആളുകൾക്ക് ബാലൻസ് നഷ്ടപ്പെടും പലപ്പോഴും പ്രയാസങ്ങൾ വരുമ്പോൾ. ഒന്നെങ്കിൽ തന്നിൽ തന്നെ ധൈര്യം, അതായത് തന്നിൽ തന്നെയാണ് ആ ഒരു സഹായം, അല്ലെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് അതിനെ നേരിടാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കും. എന്നാൽ ചിലര് ഫുൾ പൊട്ടി തകർന്ന് ഫുൾ നെഗറ്റീവ് റിയാക്ഷൻ, ഒച്ചയും വിളിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമസ്കാരത്തിൽ സഹായം തേടാന്ന് വിചാരിക്കും. ഇത് ബാലൻസ് ഇല്ലായ്മയാണ്. രണ്ടും കൂടെ വേണം, അല്ലേ. നമ്മൾ കൺട്രോളും ചെയ്യണം, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് സഹായം തേടുകയും വേണം. രണ്ടും വേണം. നമുക്കൊരു പ്രയാസം വരുമ്പം നമ്മൾ നമ്മുടെ നഫ്സിനെ കൺട്രോളും ചെയ്യണം, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് സഹായം തേടുകയും വേണം. നന്മ ചെയ്യുന്ന കാര്യത്തിൽ നന്മ ചെയ്യൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ, കണ്ടിന്യൂ ചെയ്യുന്ന കാര്യത്തിൽ ക്ഷമ എന്ന് പറയുന്നത് അത് നന്മ ചെയ്യൽ തുടരുകയും വേണം, സഹായം അള്ളാഹുവിന്റെ അടുത്ത് തേടുകയും വേണം. അതാണ് സബരി വസ്സല. തിന്മയിൽ നിന്ന് അകന്ന് നിൽക്കുന്ന കാര്യത്തിൽ തിന്മയിൽ നിന്ന് അകന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും വേണം, അകന്ന് നിൽക്കുകയും വേണം, അള്ളാഹുവിനോട് സഹായം തേടുകയും വേണം. അപ്പം ഏതെങ്കിലും ഒന്നുകൊണ്ട് കാര്യം നടക്കൂല. ഏതെങ്കിലും ഒന്നെന്ന് പറയുന്നത് ബാലൻസ് ആണ്. അള്ളാഹുവിന്റെ സഹായം ക്ഷമയോടുകൂടി സഹായം തേടുന്നവർക്കാണ്, അല്ലെ. ഇന്നല്ലാഹ മഅസ്വാബിരീൻ. അപ്പം എപ്പോഴും ആലോചിക്കുക, എന്തെങ്കിലും ഒന്നിൽ ആയി പോകരുത് നമ്മളുടെ സഹായം തേട്ടങ്ങള്.
അങ്ങനെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാൾ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് ചെയ്യുന്ന ആൾക്ക് സക്സസ് ഉറപ്പാണ്, അല്ലെങ്കിൽ ഫെയിലിയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ആയത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. 154 ആയത്ത്. വലാ തഖൂലു ലിമൻ യുഖ്തൽ ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉം വലാകിൻ ലാ തശ്ഉറൂൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ പറ്റി മരണപ്പെട്ടവർ എന്ന് നിങ്ങൾ പറയേണ്ട, എന്നാൽ അവരാകുന്നു ജീവിക്കുന്നവർ, പക്ഷെ നിങ്ങൾ അതിനെപ്പറ്റി ബോധവാന്മാരാകുന്നില്ല. വാക്കർത്ഥം നോക്കാം. വലാ തഖൂലു, വ ആൻഡ് ലാ അരുത്, തഖൂലു നിങ്ങൾ പറയുന്നു, അപ്പൊ നിങ്ങൾ പറയരുത്, ലിമൻ ഒരുത്തനെ പറ്റി, ലി പ്ലസ് മൻ, യുഖ്തലു കൊല്ലപ്പെടുന്ന, ഖാഫ് ത ലാം. ഓക്കെ, ഖതല കൊല്ല, യുഖ്തലു കൊല്ലപ്പെടുക. ഓക്കെ, ഖതല കൊന്നു, യുഖ്തലു കൊല്ലപ്പെട്ടു. ഫീ സബീലിൽ കൊല്ലപ്പെടുന്ന എന്നാണ് കേട്ടോ, അത് ഫിഅൽ മുളാരിയാണ്. ഫീ സബീലില്ലാഹി അള്ളാഹുവിന്റെ മാർഗത്തിൽ, സീൻ ബ ലാം. അംവാത്തുൻ മരിച്ചവർ, ബൽ എന്നാൽ, അഹ്യാഉൻ ജീവിച്ചിരിക്കുന്നവർ, ഹ യ യ. വലാകിൻ പക്ഷേ, ലാ തശ്ഉറൂൻ നിങ്ങൾക്ക് അറിയുന്നില്ല, അല്ലെങ്കിൽ തിരിച്ചറിയുന്നില്ല എന്നുള്ള അർത്ഥം, അനുഭവപ്പെടുന്നില്ല എന്നാണ് ഇവിടെ മീനിങ് കൊടുത്തിട്ടുള്ളത്. ഷീൻ ഐൻ റ, ലാ തശ്ഉറൂൻ. തഫ്സീർ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, വലാ തഖൂലു നിങ്ങൾ പറയരുത്. തഖൂലു ഖാഫ് വാവ് ലാം അല്ലേ, ഖാല യഖൂലു അതിൽ നിന്ന് വന്നാണ് തഖൂലു. നിങ്ങൾ പറയരുത്, ലിമൻ യാതൊരുവരെ പറ്റി, അല്ലേ, യുഖ്തലു കൊല്ലപ്പെട്ടവർ, ഖാഫ് ത ലാം ഖത്ൽ കൊല്ല. ഓക്കെ, ഫീ സബീലില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ, അംവാത്തുൻ മരണപ്പെട്ടു എന്ന്, മരണപ്പെട്ടവർ എന്ന്. അംവാത്ത് എന്ന് പറയുന്നത് മയ്യത്തിന്റെ പ്ലൂരലാണ്. മീൻ വാവ് ത മൗത്ത്. മൗത്ത് എന്ന് പറഞ്ഞാൽ മരണം, മയ്യത്ത് മരണപ്പെട്ട ആൾ, അംവാത്ത് മരണപ്പെട്ട ആൾക്കാർ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ മരിച്ചവരെ, അവര് നിങ്ങൾ മരണപ്പെട്ടവർ, കൊല്ലപ്പെട്ടവരെ നിങ്ങൾ മരണപ്പെട്ടു എന്ന് പറയരുത്. എന്തുകൊണ്ട്? ബൽ പക്ഷേ, അഹ്യാഉൻ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അഹ്യാഉൻ അവർ ജീവിച്ചിരിക്കുന്നവരാണ്, അവര് മരണപ്പെട്ടവരല്ല. ഓക്കെ, അഹ്യ ഹ യ യ, ഈ ജീവിച്ചിരിക്കുന്നവർ. പക്ഷേ നമുക്കറിയാം അവര് മരണപ്പെട്ടിട്ടില്ലേ, അവരെ നമ്മൾ കബറടക്കം ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് അവര് അലൈവാണ്, ജീവിച്ചിരിക്കുന്നവരാണെന്ന് പറയുന്നത്? അള്ളാഹു പറയുന്നു, വലാകിൻ പക്ഷേ, എന്നാൽ, ലാ തശ്ഉറൂൻ നിങ്ങൾ തിരിച്ചറിയുന്നില്ല. തശ്ഉറൂൻ ഷീൻ ഐൻ റ, ഷുഊർ. ഷുഊർ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. വലാകിൻ ലാ യശ്ഉറൂൻ മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞ സാഹചര്യത്തിൽ അവര് മനസ്സിലാക്കുന്നില്ല, അവര് തിരിച്ചറിയുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ വിശ്വാസികളുടെ അടുത്ത് നിങ്ങൾ വിചാരിക്കരുത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവര് അവര് മരണപ്പെട്ടവരാണെന്ന്. അവര് ശരിക്കും ജീവിച്ചിരിക്കുന്നവരാണ്. പക്ഷെ നിങ്ങൾക്ക് അറിയുന്നില്ല അവരെങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത്, ഏത് രീതിയിലുള്ള ജീവിതമാണ് അവർക്കുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയൂല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂല. ഇവിടെ ഈ നമസ്കാരത്തിനെ കുറിച്ചും സബറിനെ കുറിച്ചും പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് ഈ ഒരു ആയത്ത് കൊണ്ടുവന്നത്? കറക്റ്റ് നമ്മളുടെ അടുത്ത് സബറും സ്വലാത്തും കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് സഹായം തേട് എന്ന് പറഞ്ഞതിന് ശേഷം ഈ ഒരു ആയത്തിന്റെ പ്രാധാന്യം എന്താണ്? നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു, ഇത് മദനി സൂറയാണ് അല്ലെ. മദീനയില് മുസ്ലിങ്ങൾ ഹിജ്റ വന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങളായിരുന്നു അവർക്ക്. ഒരുപാട് സാമൂഹികവും വ്യക്തിപരവും സാമ്പത്തികവും ഒക്കെ ആയിട്ടുള്ള പല പ്രയാസങ്ങളായിരുന്നു അല്ലെ. അതിനകത്ത് അവര് അനുഭവിച്ച വേറൊരു പ്രയാസം ആയിരുന്നു പല യുദ്ധങ്ങളും. സുബ്ഹാനല്ലാഹ്, നമുക്കറിയാം മുശ്രിക്കുകൾ അവര് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരുന്നു അല്ലെ. ബദർ യുദ്ധം ഒരുപാട് ആളുകൾ മരിച്ചു, ഉഹദ് യുദ്ധം ഒരുപാട് ആളുകൾ മരിച്ചു. ഇനി ഇതിന്റെ ഒക്കെ ഇടയ്ക്കും ഒരുപാട് ആളുകൾ യുദ്ധത്തിൽ അല്ലെ, സഫറുള്ള, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും ഇതുപോലെ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ സഹോദരി തിരുത്തി തന്നിട്ടുണ്ടായിരുന്നു, ഷഹീദായി എന്ന്. അപ്പം ഈ രണ്ട് യുദ്ധങ്ങളിൽ ഒരുപാട് ആളുകൾ ഷഹീദാവേണ്ടായി അല്ലെ.
അതും വലിയ വലിയ യുദ്ധങ്ങളല്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഇതിനിടയ്ക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു. അതിലും ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല മക്കയില് ബാക്കിയുള്ള പലരും പല രീതിയിലും മുശ്രിക്കുകളാൽ പീഡിപ്പിക്കപ്പെടാറുണ്ടായിരുന്നു. അങ്ങനെ പല രീതിയിലുള്ള പ്രയാസങ്ങൾ അവർക്ക് ഉണ്ടാവുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാണ്? അവര് ഫീ സബീലില്ല, അല്ലെ, അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. എന്താണ് ഈ അള്ളാഹുവിന്റെ മാർഗത്തില് മരണപ്പെടുക, കൊല്ലപ്പെടുക എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്? സബീൽ എന്ന് പറഞ്ഞാല് റൂട്ട്, സീൻ ബ ലാം, ഒരു വഴി, ഒരു പാത. അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ, അല്ലെ. ദീനിന്റെ മാർഗത്തിൽ എന്ന് പറയുന്നത്, അത് ആ മാർഗം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൃപ്തിയിലേക്കുള്ള മാർഗമാണ്. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു തആല തീരുമാനിച്ച വഴിയാണ് അത്, അല്ലെ, അള്ളാഹ് പറഞ്ഞ വഴിയാണ് അത്. രണ്ട് രീതിയിലാണ് അത് അള്ളാഹുവിന്റെ മാർഗമാവുന്നത്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൃപ്തിയിലേക്ക് എത്താനുള്ള വഴിയാണ്. രണ്ട്, അത് അള്ളാഹു സുബ്ഹാനഹു തആല തീരുമാനിച്ചതിനനുസരിച്ചുള്ള, അള്ളാഹ് പറഞ്ഞതിനനുസരിച്ചുള്ള ഒരു വഴിയാണ്, അല്ലെ. അപ്പം അതാണ് ഫീ സബീലില്ലാഹ്, അള്ളാഹ് പിന്തുടരാൻ പറഞ്ഞ മാർഗം. ഇനി ഈ വഴിയിൽ മരണപ്പെടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് എന്താണ്? സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം, ആളുകള് പൊതുവെ ദീനില് ഭയങ്കര സീരിയസ് ആയി തുടങ്ങും. ദീനിനെ സീരിയസ് ആക്കി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതെല്ലാം അനുസരിക്കാനുള്ള ശ്രമം ആളുകളുടെ അടുത്ത് നിന്നുണ്ടാവും, അല്ലെ. അങ്ങനെ ശ്രമിച്ചു തുടങ്ങുമ്പോഴേ ആൾക്കാർക്ക്, മറ്റുള്ളവർക്ക്, ഇവനെന്താ ഇപ്പൊ ഇങ്ങനെ, അല്ലെങ്കിൽ ഇവളെന്താ ഇപ്പൊ ഇങ്ങനെ എന്നുള്ളൊരു ചിന്ത തുടങ്ങും. ഒരുപാട് എതിർപ്പുകൾ വരും. നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷെ പല സ്റ്റേജിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെ. ഹിജാബ് ഇടാത്തവർ ഹിജാബ് ഇട്ട് തുടങ്ങുമ്പോൾ, നിഖാബ് ഇടാത്തവർ നിഖാബ് ഇട്ട് തുടങ്ങുമ്പോൾ എല്ലാവരും നമ്മളെ നോക്കി തുടങ്ങും, അല്ലെ. എല്ലാവരും നമ്മളെ അടുത്ത് നെഗറ്റീവ് കമന്റ്സ് അടിച്ചു തുടങ്ങും. നമ്മൾ ഹറാമായിട്ടുള്ള ആഘോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, ഓ നിനക്ക് മാത്രം എന്താ ഇപ്പൊ ഇങ്ങനെ, അല്ലെ. അല്ലെങ്കിൽ മ്യൂസിക് അതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ആൾക്കാർ അപ്പോസ് ചെയ്ത് തുടങ്ങും. അപ്പം കൂടുതൽ ദീനിനോട് അടുക്കുമ്പോൾ, ദീനിനെ സീരിയസ് ആക്കി എടുക്കുമ്പോൾ ആളുകൾ എപ്പോഴും എതിർത്തുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മളിപ്പോ ഫേസ് ചെയ്യുന്ന ഈ എതിർപ്പുകളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, അല്ലെ, സ്വഹാബികള്, അന്നത്തെ മുസ്ലിങ്ങൾ ഫേസ് ചെയ്തതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒന്നുമല്ല. അവരുടേത് ഭയങ്കര സിവിയർ ആണ്, ഭയങ്കര പ്രയാസമേറിയതായിരുന്നു. നമുക്കിപ്പോ ഏറി വന്ന കുറച്ച് നോട്ടങ്ങളും കുറച്ച് കമന്റുകളും, അല്ലെ, അത് നമുക്ക് ഇഗ്നോർ ചെയ്യാവുന്നതേ ഉള്ളൂ, നമുക്കത് മറന്നു കളയാവുന്നതേ ഉള്ളൂ. ആ ഒരു നിമിഷത്തേക്കുള്ള ഒരു പ്രശ്നമേ നമുക്കുള്ളൂ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഭയങ്കര കടുപ്പായിരുന്നു. ഒരാൾ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ കൊല്ലപ്പെടുക എന്നായിരുന്നു. സുബ്ഹാനല്ലാഹ്. അത് സ്വന്തം സഹോദരനാണെങ്കിലും സഹോദരിയാണെങ്കിലും മകനാണെങ്കിലും ഫ്രണ്ട് ആണെങ്കിലും ഒന്നും ഒരു വിഷയമായിരുന്നില്ല, അല്ലെ. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വത്തിന് അനുഭവത്ത് കിട്ടുന്നതിന് മുമ്പ് അത്രയും ജനസമ്മതനായ, അല്ലെ, അസ്സാദിഖ് അൽ അമീൻ, സുബ്ഹാനല്ലാഹ്. ഈവൻ മുശ്രിക്കുകളും അങ്ങേയറ്റം വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ബഹുമാനിച്ചിരുന്ന വ്യക്തിയായിരുന്നു. വളരെ ശ്രേഷ്ഠനായിട്ട് കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു, അല്ലെ. മുശ്രിക്കുകളുടെ ഇടയിൽ കഅബ പുനർനിർമ്മാണത്തിന്റെ സമയത്ത് നമുക്കറിയാം, ഹജറുൽ അസ്വദ് സ്ഥാപിക്കുന്നതിനെ കുറിച്ചൊരു തർക്കമുണ്ടായപ്പോൾ അവര് തീരുമാനിച്ചു, എല്ലാവരും എല്ലാ ഗോത്രക്കാരും ഞങ്ങൾ വെക്കും സ്ഥാനത്ത് എന്ന് പറഞ്ഞ സമയത്ത് അവരെടുത്തൊരു തീരുമാനം, ഇവിടേക്ക് ആദ്യം വരുന്നത് ആരാണോ അവൻ അതില് ഒരു തീരുമാനം എടുക്കും. അവിടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു വന്നത്. ആർക്കും ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല, അല്ലെ. കാരണം അവർ അത്രയും സ്വീകരിച്ചിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രയും ബഹുമാനിച്ചിരുന്നു. പക്ഷേ നുബുവത്ത് ഇങ്ങോട്ട് കിട്ടി, പ്രവാചകത്വം പ്രഖ്യാപിച്ചതിന് ശേഷം എന്തൊക്കെയാ സംഭവിച്ചത് നമുക്കറിയാം, അല്ലെ. അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയൽവാസിയായിരുന്നു, പിതൃ സഹോദരനുമായിരുന്നു. ഈവൻ അബൂലഹബിന്റെ മക്കള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുമായിട്ട് കല്യാണം പോലും നടന്നിരുന്ന സാഹചര്യമാണ്, അല്ലെ. അത്രക്ക് അടുത്തായിരുന്നു, അത്രക്ക് ക്ലോസ് ആയിരുന്നു. സുബ്ഹാനല്ലാഹ്. എന്തൊരു വലിയ ഫ്രണ്ട്ഷിപ്പും സ്നേഹവും ആയിരിക്കും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതിന് ശേഷം എന്താ സംഭവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്ത് കൊണ്ടുവന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും കഠിനമായ ശത്രുവായി മാറി അബൂലഹബ്, അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ എവിടെ പോയി കഴിഞ്ഞാലും പിന്നാലെ നടക്കുമായിരുന്നു. ദാവ കൊടുക്കുമ്പോൾ അവൻ പറയുന്നത് കേൾക്കണ്ട, അത് വിശ്വസിക്കണ്ട, അവൻ നമ്മളെ ചതിച്ചവനാണ്, അവൻ നമ്മളെ വിട്ടവനാണ്. സുബ്ഹാനല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. അവനൊരു പ്രാധാന്യം കൊടുക്കണ്ട എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരസ്യമായിട്ട് അപമാനിക്കുമായിരുന്നു, അല്ലെ. മക്കളെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെ ഡിവോഴ്സ് ചെയ്യാൻ പറഞ്ഞു. ഡിവോഴ്സ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു.
നമ്മളൊക്കെ വീട്ടിലില്ലേ ഇതുപോലുള്ള ഒരു സംസാരം പോലും, ഒരു ഡിവോഴ്സ് റിലേറ്റഡ് ആയിട്ട് സംസാരം പോലും ഉണ്ടാവുമ്പോൾ നമ്മളൊക്കെ മനസ്സിലുള്ള വിഷമം എന്താണല്ലേ പുറത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും പ്രയാസങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോവുക. ഇത് ഇത്രയും സ്നേഹമുള്ള സ്വന്തം പിതൃ സഹോദരൻ 2 മക്കളുമായിട്ട് കല്യാണം കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞത്. അതായത് അന്നത്തെ കാലത്ത് കല്യാണം നടത്തിക്കഴിഞ്ഞാലും കൺസമ്മേഷൻ കുറെ കാലം കഴിഞ്ഞിട്ടാണ് നടക്കല്, ചെറിയ പ്രായം ആയതുകൊണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഡിവോഴ്സ് ചെയ്യുക ചെയ്തത്. സുബ്ഹാനല്ലാഹ്. ജീവിതം ആകെ മാറി മറിയാണ് അല്ലെ, നുബുവത്തിന്റെ പേരിൽ, ദീനിന്റെ പേരിൽ അത്രക്ക് പീഡനങ്ങളാണ്. ആളുകൾ കൊല്ലുന്ന അവസ്ഥകളിലേക്ക് എത്തുന്ന രീതിയിലുള്ള പീഡനങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രമല്ല എല്ലാരെയും അല്ലെ, ഒരുപാട് സ്വഹാബാക്കള് കൊല്ലപ്പെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതും വിശ്വാസത്തിന്റെ പേരില്. ഇപ്പൊ നമുക്ക് തന്നെ ഇപ്പൊ ആരെങ്കിലും വളരെ ചെറിയ ചെറുപ്പത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു കല്യാണം കഴിഞ്ഞ ഉടനെയുള്ള അല്ലെങ്കിൽ നിക്കാഹ് ഉറപ്പിച്ച ഉടനെയുള്ള ആളുകളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിഷമായിരിക്കും അല്ലേ. അല്ലാഹ്, അവൻ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, അവന്റെ കുരുന്നു മക്കള്, സുബ്ഹാനല്ലാഹ്, അവൻ ജീവിതം വിജയിക്കാൻ ഒരുപാട് ഇനി ബാക്കിയുണ്ട് അല്ലെ, അവന്റെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ബാക്കിയുണ്ട്, കൊന്നല്ലോ, സുബ്ഹാനല്ലാഹ് എന്നൊക്കെ ആലോചിച്ച് നമുക്ക് വല്ലാത്ത വിഷമായിരിക്കും അല്ലേ. അവർക്കോ വിശ്വാസത്തിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്തൊരു സങ്കടമുള്ള കാര്യമായിരുന്നു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വാസികളെ ഇവിടെ ആശ്വസിപ്പിക്കുകയാണ് അല്ലെ. ആര് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മാർഗത്തിൽ കൊല്ലപ്പെട്ടാലും, അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ, ദീൻ ജീവിച്ചതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ദീനിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കാനും നിലനിർത്താനും ശ്രമിച്ചതിന്റെ പേരിൽ, പ്രത്യേകിച്ച് അന്ന് മുശ്രിക്കുകൾ എപ്പോഴും യുദ്ധത്തിന് വരും അല്ലെ ഈ ഒരു കാര്യത്തില്. അപ്പൊ അവര് ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരിക. അങ്ങനെ ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ അവര് മരണപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അവര് മരിച്ചിട്ടില്ല. ലാ തഖൂലു, നിങ്ങൾ പറയരുത്, നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ടും പറയരുത്, ഹൃദയം കൊണ്ടും പറയരുത്. അതായത് നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് അല്ലോ മരിച്ചു പോയല്ലോ എന്നുള്ള വിഷമം നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് അവരോട് സിമ്പതിയില്ലേ, സാധാരണ നമ്മൾ ആരെങ്കിലും മരണപ്പെട്ടു എന്ന് കേട്ട് കഴിഞ്ഞാൽ വല്ലാത്തൊരു വിഷമം, വല്ലാത്തൊരു സിമ്പതി അല്ലെ അവരുടെ കുടുംബത്തിനോടും അവരോട്. എന്നാലും വളരെ നേരത്തെ പോയല്ലോ അല്ലെ, വളരെ ചെറുപ്പത്തിലായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിഷമാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അല്ലേ, അവരങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആവുമായിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ അല്ലോ ഇസ്ലാം സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ അല്ലെ, അത്രയും ഉറച്ച് ദീനിന്റെ മാർഗത്തിൽ നിന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്ക് കുറച്ചു കാലം കൂടെ ജീവിക്കായിരുന്നു എന്നൊക്കെ തോന്നിയേക്കാം. സുബ്ഹാനല്ലാഹ്. കുറച്ചും കൂടെ ഈസി ആയിട്ട് അവർക്ക് ജീവിക്കായിരുന്നു, ഇത്ര പ്രയാസം ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് സിമ്പതി പിറ്റി തോന്നിയേക്കാം. അള്ളാഹ് പറയാണ് അതിന്റെ ആവശ്യമില്ല. അല്ലോ കഷ്ടം തോന്നേണ്ട ആവശ്യമില്ല. അവരെ അവസ്ഥ പരിതാപകരമാണല്ലോ എന്ന് തോന്നേണ്ട ആവശ്യമില്ല. ലാ തഖൂലു, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യണ്ട, നിങ്ങൾ അങ്ങനെ പറയണ്ട, നിങ്ങളുടെ നാവ് കൊണ്ടും ഹൃദയത്തിലും നിങ്ങൾ പറയണ്ട. കാരണം അവര് മരിച്ചിട്ടില്ല, അവര് ജീവിച്ചിരിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമുക്കറിയാലേ, സ്വാഭാവികമായും ഒരു വാള് കൊണ്ടൊരു വെട്ട് കുടുങ്ങി ബ്ലീഡിങ് നടത്തി അനങ്ങാൻ പറ്റാണ്ടായി ശ്വസിക്കാതായി ഒരാളും കിടക്കുമ്പോൾ അല്ലെ, ആ മരിച്ചു എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം അവരുടെ നെഫ്സ് അല്ലെങ്കിൽ റൂഹ് ശരീരത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അള്ളാഹു പറയണ ബൽ അഹ്യാഉം, അവരെങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ഭൂമിയിൽ ജീവിക്കുമ്പോൾ നഫ്സും അല്ലെങ്കിൽ റൂഹും ശരീരവും അല്ലെ ഒന്നിച്ചാണുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ഒരു ഫിസിക്കൽ ബോഡി നമുക്കുള്ളത് കൊണ്ടാണ് നമുക്കെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്നത്, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്, ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഫീൽ ചെയ്യാൻ പറ്റുന്നത് ഒക്കെ നമ്മുടെ ഈ ഒരു ശരീരം ഉള്ളതുകൊണ്ടാണ്. പക്ഷെ റൂഹ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലേ, നമുക്ക് കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല, ടച്ച് ചെയ്യാൻ പറ്റില്ല, ഫീൽ ചെയ്യാൻ പറ്റില്ല, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂല. കാരണം ബോഡി ഇല്ലാതെ നഫ്സ് റൂഹ് ഉണ്ടാവുക എന്ന് പറയുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മാർഗത്തിൽ മരിക്കുന്നവർക്ക് അവരുടെ റൂഹ് ശരീരത്തിൽ നിന്ന് വിട്ടുപോയി എന്നതുകൊണ്ട് മാത്രം അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റാതാവുന്നില്ല. അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. എങ്ങനെ? അള്ളാഹു സുബ്ഹാനഹു തആല അവർക്കായിട്ട് ഒരു പ്രത്യേക സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ലെ, ഷഹദാക്കൾക്ക് വേണ്ടിയിട്ട്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മാർഗത്തില് രക്തസാക്ഷിത്വം വഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അള്ളാഹു പ്രത്യേകമായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് എൻജോയ് ചെയ്യാൻ, അവർക്ക് ഭക്ഷിക്കാൻ, അവർക്ക് കുടിക്കാൻ, സന്തോഷിക്കാൻ അവർക്ക് അവസരം അള്ളാഹു സുബ്ഹാനഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. സൂറത്ത് ആൽ ഇംറാനിൽ ഇതിന്റെ ആയത്ത് വരുമ്പോൾ നമുക്ക് കൂടുതൽ വിശദമായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പം അവര് ഖിയാമ നാൾ വരെ എവിടെ ആയിരിക്കും? ബർസഖ് അല്ലെ. ബർസഖ് എന്ന് പറഞ്ഞാല്
നമുക്ക് കാണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു ലോകമാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന ഒരാൾക്കും അത് കാണാൻ പറ്റൂല, അത് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന ഡിസ്ക്രിപ്ഷൻ അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ബർസഖിനെ കുറിച്ച് അറിയൂല. അപ്പം ഒരു വ്യക്തി അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിയുള്ള, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ച്, പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ മാർഗത്തില് ഷഹീദായി കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് ജീവിച്ച് ഷഹീദായി കഴിഞ്ഞാൽ അള്ളാഹു അവന് ഒരു സന്തോഷങ്ങളും തടഞ്ഞു വെക്കൂല. അവന്റെ നഫ്സ്, അവന്റെ റൂഹ് അവന്റെ ശരീരത്തിലേക്ക് നിന്ന് പോകുമ്പോൾ അവന് ബർസഖില് എൻജോയ്മെന്റ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം, ഈ ഒരു ഹദീസ് പലരും കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ പറയാണ്, ആലിമ്രാനില് 169 ആയത്തിന്റെ കാര്യത്തില് സഹാബികൾ തമ്മിലുള്ള ഒരു സംസാരം. ഓക്കെ, വലാ തഹ്സബന്ന അല്ലസീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവർ മരണപ്പെട്ടവരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവർ അവരുടെ റബ്ബിന്റെ സന്നിധിയിൽ ജീവിക്കുന്നവരാണ്, അവർക്ക് അവിടെ ഉപജീവനം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു മറുപടി ഉണ്ടല്ലേ, അവരുടെ ആത്മാക്കള് പച്ചക്കിളികളുടെ ആന്തരഭാഗത്താകുന്നു, അവയ്ക്ക് അള്ളാഹുവിന്റെ സിംഹാസനത്തിൽ തൂക്കിയിടപ്പെട്ട റാന്തലുകളുണ്ട്. സ്വർഗത്തിൽ അവർക്ക് ഇഷ്ടമുള്ളിടത്ത് സ്വതന്ത്രമായി വിഹരിച്ച ശേഷം ആ റാന്തലുകളിൽ അവ അഭയം തേടുന്നു. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അങ്ങനെ ഒരു അവസരം ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്വർഗത്തിന്റെ ഭാഗങ്ങൾ എൻജോയ് ചെയ്യാൻ, അവർ ശരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിലെ ഭാഗങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടി, കുടിക്കാനും തിന്നാനും ആർത്തുല്ലസിക്കാനുമുള്ള അവസരങ്ങൾ അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട, അവരെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ അള്ളാഹു കഷ്ടം എന്ന് തോന്നണ്ട. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവര് അവര് വളരെ 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 ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ്, അവരവിടെ എൻജോയ് ചെയ്യാണ് അല്ലെ. നിങ്ങൾ ആരും അനുഭവിക്കുന്നതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള അനുഭവമാണ്, ജീവിതമാണ് അവരവിടെ ജീവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം, ഒരു മോശപ്പെട്ട ഒരു ജീവിതം, അള്ളാഹുവിനെ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ജീവിച്ച ഒരു ജീവിതം ജീവിച്ച ആള് അല്ലെ, അള്ളാഹുവിനെതിരെ പോയ ഒരാള്, അയാൾക്ക് എന്തായാലും ശിക്ഷ ഉറപ്പാണ് അല്ലെ, ഖബറിലും ശിക്ഷ ഉറപ്പാണ്. ആ ശിക്ഷയെ കുറിച്ച് നമുക്ക് അറിയാം. അപ്പം ഈ ഒരു കാര്യത്തിൽ നമ്മൾ എല്ലിയൂനും സിജീനും കേട്ടിട്ടുണ്ട് അല്ലെ. നല്ല ആത്മാക്കൾക്ക്, നല്ല റൂഹുകൾക്ക് എല്ലിയൂനാണ്, എന്നാൽ മോശപ്പെട്ട ആളുകൾക്ക് സിജീനാണ്. സിജീൻ എന്ന് പറഞ്ഞാൽ സിജിൻ അല്ലെ, സിജിൻ എന്നാണ് വരുന്നത്. അതൊരു ശരിക്കും ഒരു തടവറ തന്നെയാണ്. അപ്പം ശരിക്കും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മാർഗത്തില് മരണപ്പെട്ടവർക്ക്, അവര് മരണപ്പെട്ടവരല്ല, അവരിപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് വലാ തഖൂലു ലിമൻ യഖ്തലു ഫീ സബീലില്ലാഹി അംവാതുൻ, അവര് മരിച്ചവരെന്ന് നിങ്ങൾ പറയണ്ട, അങ്ങനെ ചിന്തിക്കുക പോലും വേണ്ട, അങ്ങനെ നിങ്ങൾക്ക് ഒരു സിമ്പതി, അള്ളാഹു കഷ്ടം എന്നുള്ള ഒരു തോന്നൽ പോലും നിങ്ങൾക്ക് വേണ്ട. ബൽ അഹ്യാഉൻ, പക്ഷെ അവർ ജീവിച്ചിരിക്കുന്നവരാണ് അവരുടെ റബ്ബിന്റെ അടുക്കൽ. വലാകിൻ ലാ തശ്ഉറൂൻ, ഏത് രീതിയിലുള്ള ജീവിതമാണ് അവർക്കുള്ളത് നമുക്ക് അത് ഇമാജിൻ ചെയ്യാൻ പറ്റൂല അല്ലെ. കാരണം റൂഹില്ലാതെ, അത് ബോഡി ഇല്ലാതെ ഒരു റൂഹ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. നമുക്ക് ആകെ അറിയുന്നത് ഈ ഒരു ഭൗതിക ലോകമാണ്, നമുക്ക് അത് മാത്രമേ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ അല്ലെ. അപ്പം എങ്ങനെയായിരിക്കും ബർസഖ്? അള്ളാഹ് പറയാണ് വലാകില്ലാ തശ്ഉറൂൻ, നിങ്ങൾക്ക് അറിയൂല, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബർസഖിനെ കുറിച്ച് പറയുന്നുണ്ട്, അങ്ങനെ ഒന്നുണ്ട്, ഇങ്ങനെ ഒരു ജീവിതം അവർക്കുണ്ട് അല്ലെ. അപ്പം ഇത്രയും നല്ല ആളുകൾ അവിടെ എൻജോയ് ചെയ്യും. എന്നാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുസരണക്കേട് കാണിച്ചവർ അവരെ സഫർ ചെയ്യും. അള്ളാഹു പറയുന്നു, നമ്മൾ വിശ്വസിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് പറയാണ് വലാകില്ലാ തശ്ഉറൂൻ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വല്ലാണ്ട് അറിയൊന്നുമില്ല, എന്നാൽ അള്ളാഹ് എന്താണോ പറഞ്ഞത് അത് നമ്മൾ അതേപടി വിശ്വസിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ലെസൺസ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഇഖ്ലാസിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ. ഈ ഒരു ആയത്തിനകത്ത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും, എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും, നമ്മളുടെ നീയത്ത് അത് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടിയായിരിക്കുക എന്നുള്ളതാണ് അല്ലെ. ഇവിടെ യുഖ്തൽ എന്ന് പറഞ്ഞ സമയത്ത് മുസ്ലിമൻ എന്നല്ല പറഞ്ഞത് അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷേ ഫീ സബീലില്ലാ എന്നാ പറഞ്ഞത്, അള്ളാഹുവിന്റെ മാർഗത്തില് കൊല്ലപ്പെട്ടവര്, അതായത് ഒരു മുസ്ലിം ആയിട്ട് കൊല്ലപ്പെട്ടെന്നല്ല പറഞ്ഞത് അല്ലെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടതാണെങ്കിൽ മാത്രമേ ആ ഒരു പ്രതിഫലം അവനുള്ളൂ.
അല്ലാതെ ആരും ഞാൻ അള്ളാന്റെ മാർഗത്തിലാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു ശരിയായ മുസ്ലിം ആണ് എന്ന് സ്വയം അവകാശപ്പെട്ടതുകൊണ്ട് കാര്യമില്ല. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് ഞാനിത് അള്ളാന്റെ മാർഗത്തിൽ ചെയ്യാണെന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. സുബ്ഹാനല്ലാഹ്, അത് ശരിക്കും ഫീ സബീലില്ല ആയിരിക്കണം. നീയത്തിന്റെ ഇഖ്ലാസ്, അല്ലെ, സിൻസിയറിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം സഹീഹ് മുസ്ലിമില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു വ്യക്തി ചോദിക്കുന്നുണ്ട്, ശരിക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം പലരും യുദ്ധത്തിന് പോകുന്നത് പല ആവശ്യങ്ങൾ, പല ഉദ്ദേശത്തോടു കൂടിയായിരിക്കും. ചിലർ യുദ്ധത്തിന്റെ ഇത് അവശിഷ്ടങ്ങൾ, അല്ലേ, അത് കിട്ടാൻ വേണ്ടിയായിരിക്കും. കാരണം യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഷെയർ ചെയ്യുമല്ലോ, യുദ്ധത്തിൽ നിന്ന് പിടിച്ചെടുത്ത കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും, അത് കിട്ടാനായിരിക്കും. ചിലര് ഒരു നല്ല പോരാളിയാണെന്ന് ഓർക്കപ്പെടാനായിരിക്കും. ചിലര് വലിയൊരു പൊസിഷനിൽ എത്താനായിരിക്കും, ഭയങ്കര ധൈര്യമുള്ള ആളാണ്, അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ പ്രശസ്തിക്ക് വേണ്ടിയായിരിക്കാം. അപ്പം ശരിക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി ഉണ്ട്, മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി അഅല ഫഹുവ ഫീ സബീലില്ലാ. ആര് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മാർഗത്തില് യുദ്ധം ചെയ്ത് അവൻ അള്ളാഹുവിന്റെ പേരിനെ, അള്ളാഹുവിന്റെ കലിമത്തുല്ലാഹി അഅല, അള്ളാഹുവിന്റെ വാക്കിനെ, അള്ളാഹുവിന്റെ കലിമയെ ഉയർത്തുന്നു, ശ്രേഷ്ഠമാക്കുന്നുവോ, അഅല ആക്കുന്നുവോ, ഫഹുവ ഫീ സബീലില്ല, അവനാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ളവൻ. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്തെങ്കിലും ഓരോരുത്തരും അവനവന് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്തത് കൊണ്ട് ഫീ സബീലില്ല ആവുന്നില്ല. പകരം നമ്മൾ നല്ല ഇഖ്ലാസോടുകൂടി, നീയത്തോടുകൂടി, അതായത് അള്ളാഹ്ക്ക് തൃപ്തിക്ക് വേണ്ടി എന്നുള്ള ആത്മാർത്ഥമായ മനസ്സിലുള്ള നീയത്ത്, ഓക്കെ, അത് മനസ്സിന്റെ നീയത്താണ്, അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ, അല്ലെ, അതിനാണ് ഈ പറഞ്ഞ പ്രതിഫലം. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത ജിഹാദുകൾ, ദീനിന് വേണ്ടിയിട്ട് ചെയ്ത ജിഹാദുകൾ നമ്മൾ എവിടെയല്ല, അല്ലെ. പക്ഷെ നമുക്കും ഇതിനകത്തൊരു ലെസൺ ഉണ്ട്. നമ്മൾ ചെയ്യുന്ന എന്തൊരു കാര്യമാണെങ്കിലും, എന്ത് ചെറിയ കാര്യമാണെങ്കിലും എന്ത് വലിയ കാര്യമാണെങ്കിലും, നിയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമാവുക. പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് മാത്രം മോഹിക്കുക. ഓക്കെ, ആളുകളുടെ പ്രൈസിന് വേണ്ടിയിട്ട്, ആളുകളെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് ചെയ്യരുത്. ആളുകളുടെ അപ്രിസിയേഷൻ നമുക്ക് ആവശ്യമില്ല, ആളുകളുടെ അപ്രൂവൽ പോലും. കാരണം ചിലപ്പോൾ നമ്മൾ ചെയ്തതിന് ആളുകൾ അംഗീകരിക്കുക പോലും ഇല്ല, അല്ലെ, അതിന്റെ ആവശ്യമില്ല. അത് അള്ളാഹ്ക്ക് വേണ്ടി ആയിരിക്കുക. ആളുകൾ എതിർക്കും, ആളുകൾ നമ്മളെ വിട്ടേച്ചു പോവും, ആളുകൾ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും, സ്ഥിരമായി വിമർശിച്ചുകൊണ്ടിരിക്കും, ആളുകൾ നമ്മളെ പരിഹസിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ആളുകളുടെ റിയാക്ഷൻ നമ്മളെ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട്, പെർസിസ്റ്റന്റ് ആയിട്ട്, വിടാതെ ചെയ്തുകൊണ്ടിരിക്കുക. അത് ഇഖ്ലാസിന്റെ ഒരു സൈനാണ്. നമ്മൾ ഇഖ്ലാസോട് കൂടിയാണ് ചെയ്തതെങ്കിൽ, ഓക്കെ, അള്ളാഹ്ക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ എവിടെയെങ്കിലും നമ്മൾ ആളുകൾക്ക് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ, ആളുകൾ പറയുമ്പോൾ, ആളുകൾ എതിർക്കുമ്പോൾ നമ്മൾ അവിടെ നിന്നു പോകും. സുബ്ഹാനല്ലാഹ്. പിന്നെ വേറൊരു ലെസൺ നമ്മൾ ഇതിനകത്തുനിന്ന് പഠിക്കുന്നതെന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് അവൻ ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ എത്രയോ വലുതാണ്, അല്ലെ. ഒരു വ്യക്തി എടുക്കുന്ന എഫേർട്ട്, അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന ആ ഒരു ആക്ഷനേക്കാൾ എത്രയോ വലുതാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, അല്ലെ, ആളുകൾ ഒരുപക്ഷെ ഉഹദ് യുദ്ധത്തിന് അവരിറങ്ങി പുറപ്പെട്ട് അവർ ഒരുപാട് പേര് രക്തസാക്ഷിത്വം വഹിച്ചു. ഒരുപാട് എഫേർട്ട് അവരെടുത്തിട്ടുണ്ട്, അല്ലെ. ഭയങ്കര ധൈര്യം സംഭരിക്കണം, കാരണം കുടുംബത്തിനെ വിട്ടേച്ച് പോവാണ്, യുദ്ധമാണ്, അവരതിനു വേണ്ടി പ്രാക്ടീസും ട്രെയിനിങ് ഒന്നും കിട്ടിയവരൊന്നും അല്ല, അല്ലെ. സുബ്ഹാനല്ലാഹ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർ അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. നല്ല പ്രയാസം അവർക്കുണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത പ്രതിഫലം വെച്ച് നോക്കുമ്പോൾ അവരെടുത്ത ഈ എഫേർട്ട് ഒന്നും അല്ല, അല്ലെ. അള്ളാഹ് അവരെടുത്ത് കുഴപ്പമില്ല, നിങ്ങളെ തിന്മകളൊക്കെ ഞാൻ പുറത്തു വന്നിരിക്കുന്നു എന്നല്ല പറഞ്ഞത്, അല്ലെ. അല്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ യൗമുൽ ഖിയാമയിൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരായിരിക്കും, അങ്ങനെയായിരിക്കും നിങ്ങളുടെ കാര്യത്തിലുള്ള ജഡ്ജ്മെന്റ്, അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ ഈ യുദ്ധം കഴിഞ്ഞ് മരിച്ച ഉടനെ, നിങ്ങൾ ഷഹീദായ ഉടനെ നിങ്ങൾ സ്വർഗത്തിലേക്കാണ്. സുബ്ഹാനല്ലാഹ്, അല്ലെ. അപ്പൊ തന്നെ നിങ്ങൾ എൻജോയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എൻജോയ്മെന്റ് ഇതുവരെ ഇല്ലാത്ത, വേറെ ആർക്കും ഇല്ലാത്ത ഒരു സുഖം നിങ്ങൾക്ക് ഞാൻ തരാണ്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന പ്രതിഫലം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എത്ര ചെറുതാണെങ്കിലും, നമ്മളുടെ ചെയ്ത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇഖ്ലാസ് അത് ഫീ സബീലിലാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്ന പ്രതിഫലം എന്ന് പറയുന്നത് എത്രയോ വലുതാണ്, നമ്മളുടെ എഫേർട്ടിനെക്കാളും എത്രയോ വലുതാണ്. അപ്പം എന്ത് തരത്തിലുള്ള പ്രവൃത്തികളായിരിക്കണം നമ്മൾ ചെയ്യുന്നത്, എന്ത് തരത്തിലുള്ള എഫേർട്ട് ആയിരിക്കണം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ എടുക്കുന്നത്, നമ്മുടെ ശ്രമങ്ങൾ എന്തായിരിക്കണം അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ? എന്തെങ്കിലും ചെയ്താൽ മതിയോ? എന്തെങ്കിലും ചെറുത്,
ഒരു പേരിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്കും മറ്റുള്ളവർക്ക് തോന്നണം ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന്, അല്ലെ? എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ചെയ്താൽ മതിയോ? അല്ലല്ലേ. നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് തന്നെ കൊടുക്കണം റബ്ബിന്റെ മാർഗത്തിൽ. ഏറ്റവും ബെസ്റ്റ് നമ്മൾക്ക് കൊടുക്കാൻ പറ്റാവുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് എന്താണോ അതായിരിക്കണം നമ്മൾ ഓരോ കാര്യത്തിലും കൊടുക്കുന്നത്. കാരണം ഇത് റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മളൊരു കുഞ്ഞു കാര്യം പോലും ശരിയായ നീയത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്ന പ്രതിഫലം ഭയങ്കര വലുതാ, അല്ലെ? അപ്പൊ നമ്മൾ അതിനെ കൂടുതൽ ബെറ്ററാക്കി നമ്മൾ ചെയ്യുമ്പോൾ, ഓരോ കാര്യവും നമ്മളെ കൊണ്ട് കഴിയാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ബെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലെ? അപ്പൊ നമുക്ക് ഏറ്റവും ബെസ്റ്റ് നമുക്ക് അള്ളാന്റെ അടുത്ത് നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതും ചെയ്യുന്നതും ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം, അല്ലെ? സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മാർഗത്തില് ചാരിറ്റി കൊടുക്കുന്ന, സദഖ കൊടുക്കുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരുടെ കുറിച്ചുള്ള ഉപമ സൂറത്തുൽ ബഖറയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്, അല്ലെ? മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ. എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവരെ ഉപമിക്കാവുന്നത് ഒരു ധാന്യമണിയോടാണ്, അല്ലെ? അത് 7 കതിരുകൾ ഉൽപ്പാദിപ്പിച്ചു. അംബതത് സബഅ സനാബില ഫീ കുല്ലി സുംബുല. അത് 7 കതിരുകൾ ഉൽപ്പാദിപ്പിച്ചു. ഓരോ കതിരിലും എത്രയാണ്? മിഅത്തു ഹബ്ബ, 100 ധാന്യമണിയും. വല്ലാഹു യുദ്വാഇഫു ലിമൻ യശാ, അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഇരട്ടിയായി നൽകുന്നു. അപ്പം ഒരു മണി, അല്ലെ, അത് ഗ്രൗണ്ടിലേക്ക് ഇട്ടിട്ട് അതിന് വേണ്ട രീതിയിലുള്ള പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ അത് വെറുതെ അവിടെ കിടക്കൂല, അല്ലെ? അത് വളരും, ഒരു പ്ലാന്റ് ആവും, ഒരു ചെടിയാവും, അല്ലെ? അപ്പൊ അതുപോലെ കൂടുതൽ വിത്തുകൾ നമ്മൾ വിതയ്ക്കുമ്പോൾ കൂടുതൽ പ്ലാന്റുകൾ ഉണ്ടാവും. ഓരോന്നും എന്താണ്? 700ഓളം ഇരട്ടിയാവും. അള്ളാഹു സുബ്ഹാനഹു തആല അതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനേക്കാൾ കൂടുതൽ കൊടുക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ഏറ്റവും ബെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു കാര്യങ്ങളും ഇഖ്ലാസോട് കൂടി ചെയ്യാൻ ശ്രമിക്കുക. ഓരോ കുഞ്ഞു കാര്യങ്ങളും, ഈവൻ നമ്മൾ ചെയ്യുന്ന ഒരു ദുആ പോലും, ഒരു ദിക്റ് പോലും, നമ്മൾ പലപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മൾ ആർക്ക് വേണ്ടിയാ ഇത് ചെയ്യുന്നേ? എവിടെയാ നമ്മുടെ ഇഖ്ലാസ്? എന്ത് ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്ത് തീർക്കുന്നത്, അല്ലെ? നമ്മുടെ രാവിലത്തെ ദുആ, വൈകുന്നേരത്തെ ദുആക്കെ, സുബ്ഹാനല്ലാഹ്, ഞാൻ എന്നോടും നിങ്ങളോടും പറയാണ്, ആർക്ക് വേണ്ടിയാ നമ്മൾ ചെയ്യുന്നത്? എവിടെയാ അതിന്റെ ഇഖ്ലാസ്? നാവ് വെറുതെ ഇങ്ങനെ താഴോട്ട് മുകളിലോട്ട് പൊക്കിയത് കൊണ്ട് അവിടെ ഇഖ്ലാസ് വരുമോ? സുബ്ഹാനല്ലാഹ്. അപ്പം എന്തൊരു കാര്യത്തിലാണെങ്കിലും നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് അള്ളാന്റെ തൃപ്തിക്കാണെങ്കിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് തന്നെ കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. ഏറ്റവും ബെസ്റ്റ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഏതൊരു കാര്യവും നമ്മൾ ആലോചിക്കുക, ഇതിന്റെ അഹ്സൻ എന്താണ്? എനിക്ക് ചെയ്യാൻ പറ്റാവുന്നതിന്റെ ബെസ്റ്റ്, ഓക്കെ? വേറൊരാൾ ചെയ്യുന്നതല്ല, എനിക്ക് ചെയ്യാൻ പറ്റാവുന്നതിന്റെ ബെസ്റ്റ് എന്താണ് ഈ കാര്യത്തിൽ? എന്ത് കാര്യത്തിലും നമ്മളിപ്പോൾ ചെയ്യുന്നതിനേക്കാളും ഒരു പടി ബെസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ചിന്തിക്കാനും പറ്റും, നമുക്ക് മാറ്റം വരുത്താനും പറ്റും. സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മൾ ഈ ആയത്തിൽ പഠിച്ച മറ്റൊരു കാര്യം, നമ്മളുടെ മരണത്തിന് ശേഷമുള്ള ആ ഒരു ജീവിതം, ഓക്കെ? അത് യൗമുൽ ഖിയാമയ്ക്ക് ശേഷമുള്ളതല്ല, സ്വർഗവും നരകവും ആയിട്ടുള്ള ആ ഒരു അവസ്ഥയ്ക്കല്ല. പക്ഷെ അതിന്റെ മുമ്പ്, അല്ലെ, ഈ ദുന്യാവിലെ നമ്മളുടെ നമ്മളെ മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട്, അല്ലെ? അതെ, ഉണ്ടെന്ന് നമുക്കറിയാം. എന്താണ്, എങ്ങനെയാണ് അവിടുത്തെ ആ ഒരു ബർസഖ് എന്താണ്, എങ്ങനെയാണെന്ന് നമുക്ക് ഒരുപാട് അറിയില്ല. പക്ഷെ അതുണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും അതൊരു ദിവസം അനുഭവിക്കാനുള്ളവരാണ്, അല്ലെ? ഒരു കുട്ടി ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ ആക്ച്വലി അത് ജീവിച്ചിരിക്കുക തന്നെയാണ്. എന്നിട്ട് പുറത്തോട്ട് വരുമ്പോൾ അത് ജീവിക്കുകയാണ്, അല്ലെ? അതിനുശേഷം മരിച്ചു കഴിഞ്ഞാലും അത് വീണ്ടും ജീവിക്കുന്നുണ്ട്. ഏത് രീതിയിലാണെന്ന് നമുക്കറിയില്ല. അതിനുശേഷം യൗമുൽ ഖിയാമയിലെ വിധി നിർണയ ദിവസത്തില് ചോദ്യോത്തരത്തിന് ശേഷവും ജീവിതമുണ്ട്, അല്ലെ? എറ്റേണിറ്റി, എന്നേക്കുമായിട്ട് നരകത്തിലോ സ്വർഗത്തിലോ ആയിട്ട് ജീവിതമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നരകത്തിന്റെ ആളുകളാവുന്നതിനെ തൊട്ട്. അപ്പം അങ്ങനെ ഒരു ജീവിതം ഉണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ബർസഖ് എങ്ങനെ എന്ന് ഒരു പക്ഷെ നമുക്കറിയില്ല. അള്ളാഹു പറയുന്നെന്താണ്? ലാ തശ്ഉറൂൻ, അല്ലേ? നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ അള്ളാഹ് പറഞ്ഞു അത് ഉണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത ആയത്ത് 155. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ. കുറച്ചൊക്കെ ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക.
വാക്കർത്ത് നോക്കാം. വലനബ്ലുവന്നക്കും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബ ലാം വ. ബിഷൈഇൻ, വല്ലതും കൊണ്ട്. മിനൽ ഖൗഫി, ഭയത്തിൽ നിന്ന്. ഖ വാവ് ഫ. വൽ ജൂഇ, വിശപ്പിൽ നിന്ന്. ജീം വാവ് ഐൻ. വനഖ്സിൻ, കുറവിൽ നിന്നും. നൂൻ ഖാഫ് സ്വാദ്. മിനൽ അംവാലി, സ്വത്തുക്കളിൽ നിന്നും. മീം വാവ് ലാം. വൽ അംഫുസി, ആളുകളിൽ നിന്നും. വസ്സമറാത്തി, ഫലങ്ങളിൽ നിന്നും. ഇതൊക്കെ മുമ്പ് വന്നിട്ടുള്ള റൂട്ട് ആയതുകൊണ്ടാണ് എഴുതാതിരുന്നത് കേട്ടോ. വബഷിർ, സന്തോഷ വാർത്ത അറിയിക്കുക. ബ ഷീൻ റ. അസ്വാബിരീൻ, ക്ഷമ പാലിക്കുന്നവർക്ക്. തഫ്സീർ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലനബ്ലുവന്നക്കും, നിശ്ചയമായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലനബ്ലുവന്നക്കും, ഇവിടെ ആദ്യത്തെ ലാം അല്ലെ. ലാം എന്ന് പറഞ്ഞാല് നിശ്ചയമാണ്, ഉറപ്പാണ്. ഈ ഒരു ലാം വിത്ത് ഫത്ഹ വന്നു കഴിഞ്ഞാല് ഉറപ്പാണെന്ന് മാത്രമല്ല, അതിന്റെ കൂടെ ഒരു ഖസം ഉണ്ട്, ഒരു പ്രതിജ്ഞയുണ്ട്. വല്ലാഹി എന്ന് പറയുന്ന പോലെ അല്ലെ. വല്ലാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രതിജ്ഞയാണ്. അതുപോലെ അള്ളാഹുവിന്റെ ഒരു പ്രതിജ്ഞയാണ് ഈ ലാം വരുമ്പം. നിശ്ചയമായും ഞാൻ നിങ്ങളെ നിശ്ചയമായും പരീക്ഷിക്കുക തന്നെ ചെയ്യും അല്ലെ. അതിനുശേഷം ഒരു നൂൻ വിത്ത് മുഷദ്ദത ഉണ്ട് അല്ലെ. വലനബ്ലുവ അന്നക്കും, നൂൻ വിത്ത് ഷദ്ദ. അത് വീണ്ടും എന്താണ്, ഉറപ്പിക്കുകയാണ് അല്ലെ. 2 പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ച് പറയാണ്, ഇത് ഉറപ്പാണ്, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബ ലാം വാവ് ആണ് റൂട്ട്. ബല, ബല നമ്മൾ മുമ്പ് 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട് അല്ലെ. ഇദ്ബ്തല ഇബ്രാഹിമ, ബല എന്ന് പറഞ്ഞാൽ പരീക്ഷണം, ഒരു പ്രയാസമേറിയ പരീക്ഷണം തന്നെയാണ്. അപ്പൊ ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, അതിനകത്ത് ഒരു സംശയവുമില്ല. മാത്രമല്ല അതിന്റെ അവസാനം കും ആണല്ലേ. അത് ഏകവചനാണോ ബഹുവചനാണോ? കും ബഹുവചനാണ് അല്ലെ. അപ്പൊ അതിനകത്ത് എല്ലാരും പെട്ടു, നമ്മളും പെട്ടു. അത് അവരോട് മാത്രം പറയുന്ന ഒന്നുമല്ല അല്ലെ. അപ്പൊ നമ്മള് എല്ലാവരും ഒരു ഒഴിവുമില്ലാണ്ട്, ഒരാളെ ഒഴിവാക്കാണ്ട്, എത്ര അനുസരണമുള്ള വ്യക്തിയാണെങ്കിലും, എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കുകയാണെങ്കിലും, ഫുൾ കവർ ചെയ്ത് നടക്കുകയാണെങ്കിലും, മുഴുവൻ ഖുർആൻ ബൈഹാർട്ടും പഠിച്ചും മുഴുവൻ ഖുർആൻ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാലും, ഇനി എത്ര എത്ര നല്ല പ്രവൃത്തികൾ ദീനിന്റെ മാർഗത്തിൽ ചെയ്തു കഴിഞ്ഞാലും, എത്ര നന്നായിട്ട് മാതാപിതാക്കളുടെ അടുത്തും ഭർത്താവിന്റെ അടുത്തും മക്കളുടെ അടുത്തും നിന്ന് കഴിഞ്ഞാലും ഒരു പ്രശ്നവുമില്ല. വലനബ്ലുവന്നക്കും, നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. കാരണം ഇങ്ങനെ പറയാൻ കാരണം എന്താ, ഈ ഒരു ആയത്ത് ഫസ്റ്റ് കേട്ടത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും അല്ലെ. അവര് സ്വാലിഹായിരുന്നില്ലേ? സുബ്ഹാനല്ലാഹ്, ഏറ്റവും ബെസ്റ്റ് അവരായിരുന്നു അല്ലെ. എന്നിട്ട് അവര് പരീക്ഷിക്കപ്പെട്ടിട്ടില്ലേ? ഉണ്ട്. അപ്പൊ പിന്നെ ഇത് നമ്മൾക്ക് എന്തെങ്കിലും എക്സെപ്ഷൻ ഉണ്ടോ? ഇതിൽ ഒരിക്കലും ഉണ്ടാവില്ല അല്ലെ. വലനബ്ലുവന്നക്കും, നിശ്ചയമായും നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ശരിക്കും ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. നമ്മളൊക്കെ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യാറുണ്ട് അല്ലെ. എന്നാലും അങ്ങനെ ആയിപ്പോയി, എന്നാലും ഇങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ ഓരെന്നോട് അങ്ങനെ ചെയ്തു, എന്റെ അവസ്ഥ ഇതായിപ്പോയി. ശരിക്കും അതിൽ നമ്മൾ എന്താ പറയുന്നത്? കണ്ടോ, അള്ളാഹ് ഖുറാനിൽ പറഞ്ഞ പ്രോമിസ് അള്ളാഹ് പാലിച്ച് എന്ത് മോശമാണ് എന്നല്ലേ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹ് ഖുറാനിൽ ഉറപ്പിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കംപ്ലൈന്റ് പറയുമ്പോ എന്താ പറയുന്നത്? കണ്ടോ, അള്ളാഹ് പറഞ്ഞ വാക്ക് അള്ളാഹ് പാലിച്ച് എന്തൊരു മോശമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം വലനബ്ലുവന്നക്കും, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നാം നിശ്ചയമായും നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. എങ്ങനെയാണ്? ബിഷൈഇൻ, എന്തെങ്കിലുമൊക്കെ കൊണ്ട് അല്ലെ, ചിലതൊക്കെ കൊണ്ട്. ഷേ എന്ന് പറഞ്ഞാൽ സംതിങ്, എന്തോ കൊണ്ട്. ഇവിടെ ഷേന് 2 കെസ്റയുണ്ട്. തൻവീനാണ് അല്ലെ. തൻവീൻ ഉള്ള വാക്കുകൾ നക്കിറ എന്ന് പറയും. ഓക്കെ. ഈ നക്കിറ പല കാരണങ്ങളാൽ വരാം. നക്കിറ ആയിട്ടുള്ള ഒരു വാക്ക് പല കാരണങ്ങളാൽ വരാം. ഇതിന്റെ മുമ്പ് 1-2 പ്രാവശ്യത്തിൽ നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നക്കിറയുടെ ഒരുപാട് കാരണങ്ങളിൽ ഒന്നാണ് ഒരുപാട് എന്ന് കാണിക്കാൻ, വളരെയധികം, ധാരാളം, കുറെ ആവാം എന്ന് കാണിക്കാൻ. അതേപോലെ വളരെ കുറച്ച് എന്ന് കാണിക്കാനും നക്കിറ വരാറുണ്ട്. ഓക്കെ. എന്തോ ഒന്ന്, എന്താണെന്ന് അറിയാത്ത എന്തോ ഒന്ന്, അത് കാണിക്കാനും നക്കിറ വരാറുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാടധികം അല്ലെങ്കിൽ വളരെ കുറച്ച് എന്നുള്ള 2 മീനിങ്ങുകൾ ആവാം. ഓക്കെ. അപ്പം ഒരു വ്യക്തി ചിലപ്പം ഒരുപാട് പരീക്ഷിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ വളരെ കുറച്ച് പരീക്ഷിക്കപ്പെട്ടേക്കാം. സുബ്ഹാനല്ലാഹ്, അതെങ്ങനെയാ മനസ്സിലാക്കണ്ടേ? ഇപ്പം ഉദാഹരണത്തിന് ഒരു വ്യക്തി അയാളുടെ
ആരോഗ്യത്തിനെ സംബന്ധിച്ച് അധികം പരീക്ഷിക്കപ്പെടുന്നൊന്നുമില്ല. അത് ഒരുപാട് പരീക്ഷണങ്ങളൊന്നും ആരോഗ്യത്തില്ല. ചിലപ്പോൾ ഒരു 3-4 മാസം കൂടുമ്പോൾ ഒരു കോൾഡ് അല്ലെങ്കിൽ ഒരു തലവേദന അത്രയൊക്കെ വരാറുള്ളൂ. സുബ്ഹാനല്ലാഹ്. എന്നാൽ വേറൊരാൾ എടുത്തു നോക്കുമ്പം അയാളുടെ ജീവിതത്തിലുടനീളം ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ്. ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നിട്ടൊരു നേരമില്ല, മരുന്നില്ലാത്തൊരു സമയമില്ല അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഓരോരുത്തരുടെയും പരീക്ഷണങ്ങൾ വ്യത്യസ്തമാണ്. ചില കാര്യങ്ങളിൽ ഒരുപാട് പരീക്ഷിക്കപ്പെടും, ചില കാര്യങ്ങളിൽ കുറച്ചേ പരീക്ഷിക്കപ്പെടുള്ളൂ. ചിലർ ഒന്നിലധികം കാര്യങ്ങളിൽ ഒരുപാട് പരീക്ഷിക്കപ്പെടും, അതേപോലെ ഒന്നിലധികം കാര്യങ്ങളിൽ ഒരുപാട് എളുപ്പം ഉണ്ടാവും. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ജീവിതങ്ങളെ ഓരോരുത്തരുടെ ജീവിതവും എടുത്തു നോക്കുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിൽ ഒരുപാട് പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ വേറൊരു കാര്യത്തിൽ നമുക്ക് അത്രയും എളുപ്പം ഉണ്ടാവും അല്ലെ? സുബ്ഹാനല്ലാഹ്. ചിലപ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല, വല്ലപ്പോഴൊക്കെ ഒരു ചെറിയ പനി ഒക്കെ വരുള്ളൂ. പക്ഷെ നമ്മളുടെ വിദ്യാഭ്യാസമോ നമ്മുടെ ജോലിയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളിലും നമ്മൾ എന്താ ചെയ്യേണ്ടെന്ന് അറിയാത്ത അവസ്ഥയിൽ നിൽക്കുന്നതായിരിക്കും. ചിലർക്ക് പണത്തിന്റെ കാര്യത്തിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല, പക്ഷെ മക്കളെ കാര്യത്തിൽ ഏറ്റവും മോശപ്പെട്ട പരീക്ഷണങ്ങളായിരിക്കും. ചിലർക്ക് ആരോഗ്യവും സമ്പത്തിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ കുടുംബം, അവരുടെ യൂണിറ്റി, അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അതൊരുപാട് ഉണ്ടാവും. ചിലർക്ക് കുടുംബവും കുട്ടികളെയും കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഫുൾ പ്രശ്നങ്ങളായിരിക്കും. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ടെസ്റ്റ് അല്ലെ, ചിലതിൽ ഒരുപാടുണ്ടാവും, ചിലതിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ വലനബ്ലുവന്നകും ബിശൈഇൻ നക്കിറയാണ്, അതൊരുപാടുമാവാം കുറച്ചുമാവാം. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളാ വരാ. മിനൽ ഖൗഫി ഭയത്തിൽ നിന്ന്, വൽ ജോഇ വിശപ്പിൽ നിന്ന്, വനഖ്സിൻ മിനൽ അംവാൽ ഒക്കെ സമ്പത്തിന്റെ കുറവിൽ നിന്ന്, വൽ അംഫുസി ആളുകളുടെ കുറവിൽ നിന്ന്, വസ്സമറാത്തി പഴങ്ങളുടെ കുറവിൽ നിന്ന്. അപ്പം ഇത് മൂന്നും നഖ്സിൻ മിനൽ അംവാലി വൽ അംഫുസി വസ്സമറാത്ത്, ഇത് മൂന്നിന്റെയും കുറവിൽ നിന്നുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായേക്കാം. 5 രീതിയിലുള്ള പരീക്ഷണങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഏറ്റവും ആദ്യം മിനൽ ഖൗഫി ഭയം. എന്ത് തരത്തിലുള്ള ഭയമായിരിക്കാം? ഭാവിയെ കുറിച്ചുള്ള ഭയം ഉണ്ടാവാം അല്ലെ. സുബ്ഹാനല്ലാഹ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കോ, ഉപദ്രവം ഉണ്ടാക്കോ, നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കോ എന്ന് ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ അപകടം വരുമോ എന്ന് ആലോചിച്ചിട്ട് അല്ലെ. ചിലപ്പം അടുത്ത നിമിഷത്തിൽ തന്നെ വരാം, അത് അടുത്ത മണിക്കൂറിൽ വരാം, കുറെ കൊല്ലങ്ങളിൽ വരാം. അങ്ങനെയുള്ള പല കാര്യങ്ങളെ കുറിച്ച് ചിന്തയുണ്ടാവും നമുക്ക്. അതെന്താവും റബ്ബേ, ഇതെന്താവും റബ്ബേ, സുബ്ഹാനല്ലാഹ്, എന്റെ വീടിന്റെ പണി എന്താവും റബ്ബേ, എന്റെ കുട്ടികൾ എന്താവും റബ്ബേ അല്ലെ. എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഭാവിയെ കുറിച്ചുള്ള ഭയം. ചിലർക്ക് മക്കളില്ലാത്തതിന്റെ പേരിൽ, എനിക്ക് മക്കളില്ല, എന്താണ് എന്റെ അവസ്ഥ, ഞാൻ ഒറ്റക്കായി പോവില്ലേ അല്ലെ, എനിക്ക് പ്രായമായ ആരുണ്ടാവും, ഭയം. ചിലർക്ക് മക്കൾ ഉള്ളതിന്റെ പേരിൽ, അച്ഛനെ എത്ര എണ്ണാണല്ലേ, 4-5 എണ്ണം, എങ്ങനെയാ ഞാൻ ഇതിനൊക്കെ പോറ്റി വലുതാക്കുക. ഇനി അഥവാ വലുതായാലും അച്ഛനെ അവരൊക്കെ സാമ്പത്തിക അവസ്ഥ, അവരുടെ വിവാഹങ്ങള്, അവരുടെ ഹിദായത്ത്, സുബ്ഹാനല്ലാഹ്. ചിലരുടെ ഇണകൾ മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒറ്റപ്പെട്ടു പോവല്ലോ, എനിക്ക് ആരുണ്ടാവും. ജോലി ഇല്ലാതായാൽ പഠിച്ചോനെ ഞാൻ കടത്തിലായി പോവല്ലോ, എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇനി എങ്ങനെ ചെയ്യും. ഇനി ഇതൊന്നും അല്ലെങ്കിലും മരണത്തിന്റെ ഭയം. സുബ്ഹാനല്ലാഹ്. ജീവിതം എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലെ. എന്താ സംഭവിക്കാന്ന് നമുക്കറിയില്ല, ഏത് രീതിയിലും അത് തിരികെയും മറിയുകയും ചെയ്യാം. ചിലപ്പോൾ ചില ഭാര്യ ഭർത്താക്കന്മാര് ഒരുപാട് സന്തോഷത്തിൽ ജീവിക്കുന്നവരായിരിക്കും. ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഒരു പക്ഷെ അസൂയ തോന്നുന്നതായിരിക്കും. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കേൾക്കാം, ഒന്നെങ്കിൽ അവള് പോയി വേറെ ആരുടെയോ കൂടെ, അല്ലെങ്കിൽ അവന് വേറെ ബന്ധമുണ്ട്, ഇനി അതല്ലെങ്കിൽ അവര് ഡിവോഴ്സ് ആവുന്നു. സുബ്ഹാനല്ലാഹ്. ഒരു കുട്ടി നല്ല മോനാണ് അല്ലെങ്കിൽ നല്ല മോളാ, മാഷാ അല്ലാഹ്, എന്തോ ഒരു സ്നേഹം ഉമ്മക്കും വാപ്പക്കും അല്ലെങ്കിൽ ഉമ്മനോടും വാപ്പനോടും ആ കുട്ടിക്ക്. പിറ്റേ ദിവസം കേൾക്കാം ആ കുട്ടി ഉമ്മനെയും വാപ്പനെയും ചോദ്യം ചെയ്ത് വീട്ടിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്ത് പോയിന്ന്. സുബ്ഹാനല്ലാഹ്. ജീവിതം എങ്ങനെയാണ് അല്ലെ. ആളുകൾക്ക് എപ്പോഴും ഭയങ്ങളുണ്ട്, അവരുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച്, കുടുംബത്തിന്റെ അവസ്ഥയെക്കുറിച്ച്, സാമൂഹിക അവസ്ഥയെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, ധനത്തിനെ കുറിച്ച്, ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഭയം അല്ലെ. നമുക്കുള്ള എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെട്ടു പോവോ, എന്തെങ്കിലും മോശം സംഭവിച്ചു പോവോ എന്നുള്ള ഒരു ഭയം. അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ് വലനബ്ലുവന്നകും അല്ലെ. ഭയത്തിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ചിലപ്പോൾ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. ഞാൻ യാത്ര ചെയ്യുമ്പോൾ റബ്ബേ ഞാൻ അവിടെ സേഫ് ആയിട്ട് എത്തുമോ, എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, അല്ലെങ്കിൽ നമ്മളെ പേടിപ്പെടുത്തുന്ന ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ അല്ലെ, ഭീഷണിപ്പെടുത്തുന്ന, നിന്നെ ഞാൻ അങ്ങനെ ആക്കിക്കളയും ഇങ്ങനെ ആക്കിക്കളയും എന്നൊക്കെ പറയുന്നത്, നമ്മളെ ഉപദ്രവിക്കുന്ന, നമ്മുടെ മേലെ പല കമന്റുകൾ പാസ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് പേടിയായിരിക്കും. ചിലപ്പോൾ മറ്റ് ജീവികളെ നമുക്ക് പേടിച്ചിട്ട് ജീവിക്കേണ്ടി വരും അല്ലെ.
അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മറ്റ് സൃഷ്ടികൾ, അതെന്തെങ്കിലും മൃഗങ്ങളാവാം, ജിന്ന് പോലെയുള്ള വർഗ്ഗങ്ങളാകാം. സുബ്ഹാനല്ലാഹ്. ചിലപ്പോൾ ചീത്ത സ്വപ്നങ്ങൾ, അതിനെ നമുക്ക് ഭയപ്പെടേണ്ടി വരും. ചിലപ്പോൾ വളരെ ചെറിയ കാര്യങ്ങളെ പോലും നമ്മൾ ഭയപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് അല്ലെ. ഒരു എക്സാം എഴുതുമ്പോൾ അല്ലോ അതെങ്ങനെ ഉണ്ടാവും, എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ, ഞാൻ എഴുതിയ തെറ്റിപ്പോവോ, ഞാൻ തോറ്റു പോവോ, അങ്ങനെയുള്ള ഭയം ഉണ്ടാവും. ഇനി ഒന്നും വേണ്ട, നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ സുബ്ഹാനല്ലാഹ് നമുക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും കാര്യമായിട്ട് വരുന്ന, അല്ലോ അത് നന്നായില്ലെങ്കിലോ, ഇത് കരിഞ്ഞു പോയാലോ, ഇത് നന്നായില്ലെങ്കിലോ, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ അല്ലെ. അപ്പം ഇങ്ങനെ പല രീതിയിലും ഭയങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. വലനബ്ലു അന്നക്കും, അള്ളാഹു ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്, ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ചില സമയത്ത് നമുക്ക് ഭയങ്കര പേടിയായിരിക്കും, ദിവസങ്ങളോളം അല്ലെ, അനങ്ങാൻ പോലും പേടിയുള്ള സാഹചര്യങ്ങളും ചിലപ്പം ഉണ്ടായേക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള ഭയത്തിനെ കൊണ്ട് കാത്തുരക്ഷിക്കുമാറാട്ടെ. പലരുടെയും പേഴ്സണലി പല അനുഭവങ്ങളും കേട്ട് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, അത്തരത്തിലുള്ള ഭയം തന്ന അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കാതിരിക്കട്ടെ എന്ന് തോന്നാറുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ഭയം, ഖൗഫ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. ജനറൽ ആയിട്ട്, അത് എല്ലാ ആളുകളും ഒരുപോലെ, കുറേ ആളുകൾ ഒരുപോലെ അനുഭവിക്കുന്ന ഭയം ഉണ്ടാവും. സ്പെസിഫിക് ആയിട്ട് ഓരോരുത്തർക്ക് പേഴ്സണലി അനുഭവപ്പെടുന്ന ഭയം ഉണ്ടാവും. അപ്പോൾ ഒരു ഉദാഹരണത്തിന്, നമ്മളെ കുടുംബം മൊത്തം എന്തെങ്കിലും ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പം അതിൽ നമ്മൾ മാത്രമല്ല അത് ആ ഒരു ഭയം അനുഭവിക്കുന്നത്, അതിൽ എല്ലാവരും, കുടുംബത്തിൽ എല്ലാവരും ഒരു പക്ഷെ അനുഭവിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ കൊറോണ പോലെയുള്ള സാഹചര്യങ്ങൾ, ലോകം മുഴുവൻ ആ ഒരു ഭയത്തിലായിരുന്നു അല്ലെ. കൊറോണ ഭീതി, സുബ്ഹാനല്ലാഹ്, പത്രത്തിന്റെ ഒക്കെ തലക്കെട്ടുകൾ അതായിരുന്നു. അത് ജനറൽ ആയിട്ടുള്ള ഭയം. ഇനി ഓരോരുത്തർക്കും ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഇൻഡിവിജ്വലി ഓരോരുത്തർ അനുഭവിക്കുന്ന ഭയങ്ങളും വന്നേക്കാം. അപ്പൊ ഏതെങ്കിലും രീതിയിൽ ഭയം നമ്മളെയും കൊണ്ടേ പോവുള്ളൂ അല്ലെ. ആ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഈ ഏതെങ്കിലും രീതിയിൽ ഉള്ള ഭയങ്ങൾ കടന്നു വരാത്ത ആരും നമ്മളിലില്ല അല്ലെ. ചിലര് അത് വളരെ കുറച്ച് നമ്മൾ പറഞ്ഞ പോലെ വളരെ കുറച്ചായിട്ടും, എന്നാൽ അതേപോലെ തന്നെ ഒരുപാട് അധികം ഭയം കാരണം ജീവിതത്തിന്റെ ഒരു വലിയൊരു ഫേസ് ഭയത്തിന് നേരിട്ടവര് ഉണ്ട് അല്ലെ, നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ആളുകളെ പേടിച്ചതിന്റെ പേരിൽ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെട്ടതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തത് വൽജൂ, ജീം വാവ് ഐൻ, വിശപ്പ്. വിശപ്പ് എന്ന് പറയുമ്പം ഒരാളുടെ വയറ് കാലിയായിരിക്കുക, അതിനകത്ത് ഫുഡൊന്നും ഇല്ലാത്ത ഒരവസ്ഥ അല്ലെ. സുബ്ഹാനല്ലാഹ്. ഒന്നുമില്ല വയറ്റില്. പക്ഷെ വയറ്റിലൊന്നും ഇല്ലാത്ത അവസ്ഥ മാത്രമല്ല ജോ, നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി നമ്മളുടെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം ഉണ്ടാവുക, നമുക്ക് എന്തോ കഴിക്കണം എന്നുണ്ട്, അതിനൊരു ക്രീവിങ് ഉണ്ട്, നമുക്ക് വളരെ ഡെസ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുക. ആ രണ്ടവസ്ഥയും, ഒന്ന് വയറ്റിലൊന്നും ഇല്ലാതിരിക്കുക, രണ്ട് നമുക്ക് ഭക്ഷണത്തിനോടുള്ള ആവശ്യം, ഭക്ഷണം വേണം എന്നുള്ള ഒരു തോന്നല്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ജോയിലൂടെ നമ്മളെ പരീക്ഷിക്കുന്നു പറയുന്നുണ്ട്. പല കാരണങ്ങളാണ് അല്ലെ. നമ്മളിപ്പോ പെട്ടെന്ന് വിശപ്പ് കൊണ്ട് പരീക്ഷണം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ദാരിദ്ര്യം അല്ലെ, ഇപ്പൊ ഭക്ഷണം കഴിക്കാനില്ലാത്ത അവസ്ഥ, ഇപ്പം യുദ്ധഭീതി, അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കടന്നു പോവുക. പക്ഷെ ഈ ഒരു പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, അതായത് വയറ്റിൽ ഭക്ഷണം ഇല്ലാത്ത അവസ്ഥയും ഭക്ഷണം വേണം തോന്നുന്ന അവസ്ഥയും, വേറെ പല രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നമ്മളെ ടെസ്റ്റ് ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് വീട്ടിൽ കഴിക്കാൻ ഭക്ഷണമൊന്നുമില്ല, ഫ്രിഡ്ജിലും നോക്കിയിട്ടൊന്നുമില്ല, പെട്ടെന്ന് എനിക്ക് ഭക്ഷണം വേണം, വിശപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു കുഞ്ഞു പരീക്ഷണമാണെങ്കിലും അത് ജോയിന്റെ പരീക്ഷണം തന്നെയാണ്. ഇനി നമ്മൾ ഇപ്പം കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ പല സ്ഥലങ്ങളിലും ഈ വെള്ളപ്പൊക്കങ്ങൾ, 2-3 അല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടല്ലേ ഭയങ്കര മഴ, അതായത് വെള്ളപ്പൊക്കം എന്ന് വെച്ചാൽ കാലങ്ങളോളം ഉള്ളതല്ല, ചിലപ്പോൾ 2-3 ദിവസം കഠിനമായിട്ട് മഴ പെയ്തിട്ട് നമ്മൾ എവിടെയെങ്കിലും വീടിന്റെ ഉള്ളിലോ അല്ലെ ഹോസ്റ്റലിന്റെ ഉള്ളിലൊക്കെ കുടുങ്ങിപ്പോയിട്ട് ഭക്ഷണം കഴിക്കാൻ നമ്മളെ കയ്യിൽ പൈസ ഉണ്ട്, ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്, പക്ഷെ നമുക്ക് റോ മെറ്റീരിയൽസ്, ഇൻഗ്രീഡിയൻസ് കിട്ടാണ്ടായിട്ട് ഭക്ഷണമില്ലാത്ത അവസ്ഥകൾ വരാറുണ്ട് അല്ലെ. നമ്മളെ കയ്യിൽ പൈസ ഉണ്ട്, പക്ഷെ നമുക്ക് ഭക്ഷണം കിട്ടാൻ മാർഗ്ഗമില്ല. ഇനി ചിലപ്പോൾ നമ്മൾ ഭയങ്കര ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് തിരക്കിലായിപ്പോയി, ആരെങ്കിലും ഹോസ്പിറ്റലായിട്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലിയായിട്ട്, യാത്രകളിലായിട്ട്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഡ്രൈവിംഗിലായിട്ട് നമുക്ക് നിർത്താൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ വിശന്നിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാത്തത്, അങ്ങനെയും വിശപ്പ് വരാം. ഇനി നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ അല്ലെ, പണം ഭക്ഷണം വാങ്ങാൻ സാഹചര്യങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ, പണം കാരണം, അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ കിട്ടാൻ പറ്റാത്തതിന്റെ പേരിലും വിശപ്പുണ്ടാക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം വിശപ്പ് ഒരുപാട് സഹിച്ചിരുന്ന വ്യക്തിയാണ്. സുബ്ഹാനല്ലാഹ്. അത് ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല, വാങ്ങാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് കൂടിയായിരുന്നു. ഇനി ഇതൊന്നുമല്ല, രോഗങ്ങൾ കാരണം അല്ലെ, നമുക്ക് കഴിക്കണം തോന്നിയിട്ടും കഴിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒബേസിറ്റി അല്ലെ, അമിതമായ വണ്ണം, വെയിറ്റ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പലതും, BP, ഷുഗർ, നമുക്ക് ആഗ്രഹമുള്ള, ആവശ്യമുള്ള പല സാധനങ്ങളും നമുക്ക് കഴിക്കാൻ പറ്റാണ്ട്, എന്നാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ കഴിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യം. ചിലപ്പോൾ നമുക്ക് അത് കഴിക്കാൻ തോന്നാതെ നമ്മൾ കുറച്ചു നേരം കഴിക്കാതിരിക്കുമ്പോൾ വിശപ്പ് വരും അല്ലെ.
അല്ലെങ്കിൽ നമുക്കൊരു സർജറി എന്തെങ്കിലും നടന്നിട്ടുണ്ട്, നമുക്ക് കഴിക്കാൻ പാടില്ല, വെള്ളം പോലും കുടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ജ്യൂസ് മാത്രമേ പറ്റുള്ളൂ, സോളിഡ് ഫുഡ് പറ്റൂല, അല്ലെങ്കിൽ ട്രിപ്പിലൂടെയാണ് നമുക്ക് വെള്ളം തരുന്നത്. സുബ്ഹാനല്ലാഹ്. നമുക്ക് എന്തെങ്കിലും കഴിക്കണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നുന്നു അല്ലേ? നമുക്കറിയാം മാസങ്ങളോളം വർഷങ്ങളോളം ബെഡിൽ കിടക്കുന്ന ചില ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു എളുപ്പം കൊടുക്കട്ടെ, പുറത്തുമാപ്പാക്കി കൊടുക്കട്ടെ. അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ തൊട്ട് റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. മാസങ്ങളോളം എന്നാൽ അവര് നല്ല നല്ല അവസ്ഥയിലായിരിക്കുമ്പോൾ ഒരുപാട് ഭക്ഷണങ്ങൾ കഴിച്ചവരും ഭക്ഷണത്തിന് ഇഷ്ടപ്പെട്ടവരും ആയിരിക്കും. എന്നാൽ അവർക്ക് അത്രയും വർഷങ്ങളോളം ചിലപ്പം ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും. അലർജി കാരണം ചില ഭക്ഷണങ്ങൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്, പക്ഷെ അലർജി ഉണ്ട്, നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഇനി അതല്ല, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നമുക്ക് ഹലാലായിട്ടുള്ള ഭക്ഷണം കിട്ടാൻ യാതൊരു മാർഗവും ഇല്ല, കഴിക്കാൻ പറ്റൂല അല്ലെ? അല്ലെങ്കിൽ ചില സ്ഥലത്ത് പോയി ചില യാത്രകളിൽ നമുക്ക് ദഹിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന ടൈപ്പ് ഫുഡ് കിട്ടാത്ത ചില സ്ഥലങ്ങളിൽ നമ്മൾ പോയേക്കാം. ഭക്ഷണമൊക്കെ അവിടെ കിട്ടാനുണ്ട്, ഹലാലായതും കിട്ടാനുണ്ട്, പക്ഷെ എന്തോ നമുക്ക് ആ ഫുഡ് അങ്ങ് സെറ്റ് ആവുന്നില്ല. കഴിക്കുന്നതൊക്കെ നമുക്ക് ഒന്നെങ്കിൽ ഛർദ്ദിച്ചു പോകണോ, അല്ലെങ്കിൽ വയറ്റിന് പോകുന്നു, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അത് പിടിക്കുന്നില്ല. ചിലപ്പോൾ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എങ്കിലും അത്തരം സാഹചര്യങ്ങളിലൊക്കെ ജൂഴ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കാറുണ്ട്. അപ്പം അള്ളാഹ് പറയാണ്, ഇനി നിങ്ങൾ എത്ര കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുന്ന ആളാണെങ്കിലും, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എത്ര സുഖത്തിലാണെങ്കിലും, സുബ്ഹാനല്ലാഹ് അല്ലെ, എത്ര സൗകര്യത്തിലാണെങ്കിലും, നിങ്ങളുടെ ജീവിതം എത്ര ഈസി ആണെങ്കിലും ചില സമയങ്ങൾ ഉണ്ടാവും. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഇതും കടന്നു പോകാത്തവർ ആരും ഉണ്ടാവില്ല അല്ലെ? ചിലർക്കത് ചെറിയ തോതിൽ കുറച്ചു കാലത്തേക്കാവാം, ചിലർക്ക് വലിയ തോതിലാവാം. വലിയ തോതിൽ കുറച്ചു കാലത്തേക്കും വലിയ തോതിൽ കുറെ കാലത്തേക്കും ഒക്കെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളോടെ കടന്നു പോകുന്നവരുണ്ട്. അടുത്തത് മൂന്നാമത്തത് കാര്യം, വനഖ്സിം മിനൽ അംവാലി. നഖ്സ്, നൂൻ ഖാഫ് സ്വാദ്, ഡെഫിഷ്യൻസി, കുറവ്, എന്തെങ്കിലും ഒരു കാര്യത്തിന് കുറവ് ഉണ്ടാവുക. മിനൽ അംവാലി, അംവാൽ മാലിന്റെ പ്ലൂറലാണ് അംവാൽ. മീം വാവ് ലാം. മാൽ എന്ന് വെച്ചാൽ സ്വത്ത്, എന്തു ആവാം, ഒരു വ്യക്തി ഓൺ ചെയ്യുന്ന എന്തൊരു കാര്യം, വീടാവാം, ഭൂമിയാവാം, പൈസയാവാം, ബിസിനസ് ആവാം, കാറാവാം, ഷൂ ആവാം, നമ്മളെ ചീർപ്പാവാം, ബ്രഷ് ആവാം, എന്തും നമ്മളെ ഒരു മഫ്തയുടെ ഒരു പിന്ന് പോലും, അല്ലെങ്കിൽ നമ്മുടെ പെൻസിലോ പെന്നോ നോട്ട്ബുക്കോ, ഇതൊക്കെ നമ്മുടെ മാലിൽ വരുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അതിന് കുറവ് വരുത്തിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇല്ലാത്ത രീതിയിൽ നാം പരീക്ഷിക്കും. ചിലപ്പോൾ നമ്മള് ചിലരൊക്കെ ഇങ്ങനെ യാത്രയില് അവരുടെ സ്വർണത്തിന്റെ ബാഗൊക്കെ കയ്യിൽ കരുതാറുണ്ട് അല്ലെ, വീട്ടിൽ വെച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത് ആ യാത്രയിൽ ചിലപ്പോൾ നഷ്ടപ്പെടാറുണ്ട്. സുബ്ഹാനല്ലാഹ്. യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സ് നഷ്ടപ്പെടാറുണ്ട്. നമുക്ക് വേണ്ട എല്ലാ കാർഡും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു, പക്ഷെ നഷ്ടപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. ഈവൻ ഉംറക്ക് പോകുന്ന സാഹചര്യങ്ങൾ പോലും പലരും ഹോട്ടൽ റൂമിൽ വെക്കുന്നത് സേഫ് അല്ലല്ലോ എന്ന് വെച്ചാൽ പൈസയൊക്കെ കൈ കരുതിയിട്ട് പോണ വഴിക്ക് അത് ആരെങ്കിലും എടുക്കുക അല്ലെങ്കിൽ വീണ് പോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ? വീട്ടിൽ നമ്മളെല്ലാം പെർഫെക്റ്റ്ലി ഓക്കെ ആയിരിക്കും, പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് പോലും അത് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. വനഖ്സിം മിനൽ അംവാൽ. ഒരാളെ കാറ് ഒക്കെ ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്, നല്ല കാർ, അടിപൊളിയാണ്, ഒരു യാത്രക്ക് പോയി ആക്സിഡന്റ് പറ്റി, ഇയാളെ കാരണമല്ല, ഓപ്പോസിറ്റ് വന്ന ആളുടെ കാരണമാണ്, പക്ഷെ കാർ ഡാമേജ് ആയി, ഒന്നും ചെയ്യാനില്ല അല്ലെ? ഒരു ബ്രാൻഡ് ന്യൂ ഫോണാണ് വാങ്ങിയത്, സുബ്ഹാനല്ലാഹ്, നല്ല അടിപൊളി ഫോണാണ്, ഓൺ ചെയ്ത് നോക്കുമ്പോൾ വർക്ക് ചെയ്യുന്നില്ല. വനഖ്സിം മിനൽ അംവാൽ. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ പരീക്ഷണാണല്ലേ. ഒരുപാട് പൈസയൊക്കെ ചെലവാക്കി വാങ്ങിയതാണ്, ഇനിയിപ്പോ വേറൊന്നും വാങ്ങേണ്ടി വരും. ഇനി എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് എന്റെ ഫോണ് ബാഗിൽ നിന്ന് എടുത്തു കൊണ്ടുപോയത്, സുബ്ഹാനല്ലാഹ്, കണ്ണന്റെ മുമ്പിൽ വെച്ചിട്ട്. അതും സംഭവിക്കാം. അതുപോലെ നഖ്സും മിനൽ അംവാൽ, എപ്പോ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും, നമുക്കൊക്കെ പല 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 അനുഭവങ്ങൾ ഉണ്ടാവും ഈ കാര്യത്തിൽ അല്ലെ, എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അടുത്തത് വൽ അംഫുസ്. നഫ്സിന്റെ പ്ലൂറലാണ് അംഫുസ് അല്ലെ, ആളുകള്, നഫ്സുകൾ നഷ്ടപ്പെടുക. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വേണ്ടപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന, ഇന്നലകളിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇന്ന് ഇല്ലാണ്ടാവുക, ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട് കൊഴിഞ്ഞു പോവുക. അപ്പൊ നമ്മുടെയൊക്കെ എക്സ്റ്റെൻഡഡ് ഫാമിലി ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അല്ലെ, ഉപ്പാന്റെ സൈഡ് ഉമ്മാന്റെ സൈഡ് എന്നൊക്കെ പറഞ്ഞ് എടുത്തു നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 5-6 വർഷം എടുത്തു നോക്കുമ്പോൾ കുറെ ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അത് പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ അവർ മദീനയിലേക്ക് ഹിജ്റ പോയ സമയത്ത് അല്ലെ, ഓൾറെഡി അവരുടെ നാട്ടിലെ പലരെയും നഷ്ടപ്പെടുത്തി, മക്കയിൽ പലരെയും നഷ്ടപ്പെടുത്തി വന്നതാണെങ്കിലും ഇവിടെ എത്തിയപ്പോൾ അൽഹംദുലില്ലാഹ് മുഹാജിറൂനും അൻസാറും ഒക്കെ കൂടി അല്ലെ ഒന്നിച്ച് ഒരു ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ബദർ യുദ്ധം വന്നു, കുറെ ആൾക്കാര് ഷഹദാക്കളായി.
ഉഹദ് യുദ്ധം വന്നു, കുറെ ആൾക്കാർ അങ്ങനെയും പോയി, കുറെ ആൾക്കാർ രോഗികളായി, അങ്ങനെ കുറെ ജീവൻ നഷ്ടം പറ്റി. സുബ്ഹാനല്ലാഹ്. നമ്മളെ വീട്ടിൽ നല്ല സന്തോഷത്തോടുകൂടി സമാധാനത്തോടു കൂടിയും സന്തോഷമായിട്ട് ജീവിച്ചിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് നമ്മളെ വേണ്ടപ്പെട്ട ആരുടെയോ ഒരു മരണവാർത്ത നമ്മളെ തേടിയെത്തുന്നത് അല്ലെ. ഈവൻ ചെറിയ പ്രായത്തിൽ പോലും, വളരെ ചെറിയ പ്രായത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെടുന്ന സാഹചര്യം. ഇന്നലെ വരെ ആ വീട്ടിൽ പോകുമ്പോൾ അവരുണ്ടാവുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമായിരിക്കും. ഇന്ന് പോകുമ്പോൾ അവരവിടെ ഉണ്ടാവില്ല. അനക്സും മിനൽ അംവാലി വൽ അംഫുസ്, ഓരോരുത്തരായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. സമറാത്ത്, സമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രൂട്ട്, നമുക്കറിയാലേ, പഴങ്ങൾ. അപ്പം പഴങ്ങളുടെ നഷ്ടം. സമറ എന്ന് പറയുമ്പം നമ്മൾ കഴിക്കുന്ന ആപ്പിൾ, ഓറഞ്ച്, ബനാന മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും ഒരു പ്രോസസ്സിന് ചെയ്തിട്ടുണ്ടാവുന്ന പ്രോഡക്റ്റ്, അതായത് ഒരു കൃഷി ചെയ്തിട്ടുണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റും സമറയാണ്. ഒരു ബിസിനസ് ചെയ്തിട്ടുണ്ടാവുന്ന ലാഭം സമറയാണ്. ഓക്കെ. അപ്പൊ നമ്മളുടെ നേട്ടം, ബേസിക്കലി നമ്മൾ എന്ത് കാര്യത്തിൽ നിന്നും എന്ത് നേടിയോ അത് നഷ്ടപ്പെട്ടേക്കാം. ഒരാള് ബിസിനസ്സിൽ ഭയങ്കരമായിട്ട് വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, കുറെ പ്രോഫിറ്റ് ഒക്കെ കണക്ക് കൂട്ടിയിട്ട്, പക്ഷെ പിറ്റേ ദിവസം തന്നെ അറിയുന്ന അയാൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മുഴുവനും പോയി. ഏതോ രീതിയിൽ ഒരുപക്ഷെ നഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ആള് ചീറ്റ് ചെയ്തതായിരിക്കാം. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ചുറ്റുപാടും കേൾക്കുന്ന വാർത്തകളാണ് ഇതൊക്കെ. അയാൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ പോലും, അയാളുടെ മൂലധനം പോലും അയാൾക്ക് നഷ്ടപ്പെട്ടു. പിന്നെയല്ലേ ലാഭം. ചിലരില്ലേ വലിയ ഫാം ഒക്കെ വാങ്ങിയിട്ട് ചില ചെടികളും അല്ലെങ്കിൽ മരങ്ങളൊക്കെ അവിടെ നടും. പിന്നെ ചിലപ്പോൾ അവർ ഒരു 1-2 മാസമൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് അത് ഇങ്ങനെ ഒരു ഹാർവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൊയ്ത്ത് നടത്താൻ പോകുന്ന സമയമാകുമ്പോഴായിരിക്കും അറിയുന്നത് എന്തോ ഒരു പുതിയ പ്രാണിയോ ഒരു പുഴുവോ ഇറങ്ങിയിട്ടുണ്ട്, എല്ലാ വിളകളും നശിപ്പിക്കുന്ന ഒരു പുതിയ രോഗം നാട്ടിൽ. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ പെട്ടെന്ന് ഭയങ്കര തണുപ്പ് കൂടുക, അല്ലെങ്കിൽ ഭയങ്കര ചൂട് കൂടുക. ഈ ഒരു ക്രോപ്പിന്, ഈ ഒരു വിളക്ക് അവിടെ എന്താണ് സർവൈവ് ചെയ്യാൻ സാഹചര്യം ഇല്ലാത്ത രീതിയിൽ എന്തെങ്കിലും തണുപ്പ് കൂടുക, ചൂട് കൂടുക, വെള്ളപ്പൊക്കം വരിക, വരൾച്ച വരിക. സുബ്ഹാനല്ലാഹ്. ചിലർ ഏതെങ്കിലും ഒരു തരത്തിലുള്ള വിളക്ക് വേണ്ടിയിട്ടായിരിക്കും ആ ഭൂമി വാങ്ങിയതും ഒക്കെ ചെയ്യുന്നതും ഒക്കെ. പക്ഷെ ഈ പറഞ്ഞ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു 1-2 കൊല്ലത്തിൽ കംപ്ലീറ്റ് മാറ്റിയിട്ട് പുതിയ വിളകൾ ഇറക്കേണ്ട സാഹചര്യം. എത്രമാത്രം പൈസ അവർക്ക് അതുവഴി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പം ചില ബിസിനസ്സുകൾ മാഷാഅല്ലാഹ് നല്ല രീതിയിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും, പെട്ടെന്നായിരിക്കും ഒരു നിയമം മാറുന്നത്. ആ വിറ്റോണ്ടിരുന്ന സാധനം ഇനി വിൽക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ആ വിൽക്കാൻ വേണ്ടി ആ സാധനം ഇറക്കിയിരുന്ന ഒരു നാടുണ്ട്, ആ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇനി നമ്മളെ നാട്ടിലേക്ക് സാധനം ഇറക്കാൻ പറ്റില്ല, പുതിയ നിയമം വരിക. എത്രമാത്രം പൈസ അവരുടെ ജീവിതം കൊണ്ട് സമ്പാദിച്ചു വെച്ച പൈസയായിരിക്കും അവർ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുന്നത്. ആ സാധനം വിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രമായിരിക്കും കെട്ടിക്കിടക്കുന്നത്. അല്ലെങ്കിൽ അത് ഇറക്കാൻ പറ്റൂല എന്ന് പറയുമ്പം അവരിനി എന്ത് ചെയ്യും? അവരെത്രയോ ഓർഡറുകൾ എടുത്തിട്ടുണ്ടാവും അല്ലെ. അപ്പം ഇങ്ങനെ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, അവരുടെ ഫ്രൂട്ട് അല്ലെ, അവർ ചെയ്യുന്ന അധ്വാനത്തിന്റെ ഫലങ്ങള് നഷ്ടപ്പെടുന്ന രീതിയിൽ. അപ്പം ഇതൊക്കെ എന്താണ്? ജീവിതത്തിന്റെ ഭാഗമാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് ബിശൈഇൻ. ല്ലേ, ചിലർക്ക് ഈ ഓരോ കാര്യങ്ങളും ചിലത് ചെറിയ ചെറിയ തോതിലായിരിക്കാം, ചിലത് വലിയ തോതിലായിരിക്കാം, ചിലത് കുറച്ചു കാലത്തേക്കായിരിക്കാം, ചിലത് കുറേ കാലത്തേക്കായിരിക്കാം. അള്ളാഹു പക്ഷെ പറയാണ് വബശ്ശിരി സ്വാബിരീൻ. നമുക്കറിയാം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഡിപ്രസിംഗ് ആണ് അല്ലെ, ഭയങ്കര വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഓരോന്നും. ഒരു കുഞ്ഞി ഭയം പോലും നമ്മൾ ആ സമയത്ത് എടുത്തു നോക്കുമ്പോൾ അത് വലിയ പ്രശ്നം തന്നെയാണ് അല്ലെ. നമുക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യത്തിന് ഒരു 5-10 മിനിറ്റ് നേരത്തേക്കുള്ള ഭയം പോലും, ആ ഒരു ആങ്സൈറ്റി പോലും ആ സമയം നോക്കുമ്പോൾ അത് ഭയങ്കര വലുത് തന്നെയാണ്, ഭയങ്കര പ്രയാസമേറിയത് തന്നെയാണ് അല്ലെ. പല രീതിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം, ഭയങ്കര വിഷമാണ് അല്ലെ, വല്ലാത്ത വിഷമായിരിക്കും. പക്ഷെ അള്ളാഹ് പറയാണ് വബശ്ശിരി സ്വാബിരീൻ, അവർക്ക് ക്ഷമിക്കുന്നവർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. ബഷീർ, സന്തോഷ വാർത്ത നൽകുക. ബഷീർ എന്ന് പറയുന്നത് ബഷാറ, ബഷാറ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത, ബഷീർ സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പം ക്ഷമിക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. സ്വാബിരീൻ, സ്വാബിറിന്റെ പ്ലൂറൽ. എന്തിന്റെ സന്തോഷ വാർത്തയാണ്? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രതിഫലത്തിന്റെ അല്ലെ, അവർക്ക് വന്ന നഷ്ടത്തിന്, അവരുടെ ക്ഷമയ്ക്ക് അവർ അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് പ്രതിഫലം മോഹിച്ചതിന്. അപ്പൊ ഈ പറഞ്ഞ ഏതും
ഏത് ടൈപ്പുള്ള പരീക്ഷണവും വരുമ്പം നമ്മൾ വേഗം കംപ്ലൈന്റ് മോഡിലേക്ക് പോവാതെ സുബ്ഹാനല്ലാ, ഇത് അള്ളാന്റെ പ്രോമിസ് അല്ലേ, അള്ളാഹ് പ്രോമിസ് കീപ്പ് ചെയ്യൂലേ, അള്ളാഹ് നമ്മളെ പോലെ അല്ല അല്ലെ. സുബ്ഹാനല്ലാ, അള്ളാന്റെ പ്രോമിസ് കീപ്പ് ചെയ്തു. അതേപോലെ അള്ളാന്റെ പ്രോമിസ് ആണ് വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് അല്ലേ. അപ്പം അള്ളാഹ് അത് പരീക്ഷിക്കുന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. പരീക്ഷണം വന്നാൽ എന്ത് ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്താൽ എന്ത് തരുന്നു അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹു മഅ സ്വാബിരീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വബശ്ശിരി സ്വാബിരീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അള്ളാഹ് നിങ്ങളെ കൂടെ ഉണ്ട്, അള്ളാഹ് നിങ്ങളെ സഹായിക്കും, പ്ലസ് നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയെന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പം എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ക്വസ്റ്റ്യൻ പേപ്പറും നമ്മളെ കയ്യിൽ തരാണ്, ആൻസറിന്റെ എല്ലാ കീസും നമ്മളെ കയ്യിലുണ്ട് അല്ലെ. അതൊന്ന് ജോയിൻ ചെയ്തിട്ട് വർക്ക്ഔട്ട് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. ക്വസ്റ്റ്യൻ പേപ്പർ ഇന്നതാണ് എന്നുള്ള വൃത്തിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻസറിന്റെ കീസ് നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ട്. ഒന്ന് ഉപയോഗിക്കോ പ്ലീസ്. ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട്, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ തയ്യാറില്ല അല്ലെ. നമ്മൾ എന്താ പറയുന്നത്, കണ്ടോ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിക്കണ്, അള്ള ക്വസ്റ്റ്യൻ തന്നിക്കണ്, അള്ള പറഞ്ഞ അള്ള ക്വസ്റ്റ്യൻ തരുന്ന്. അല്ല ഇന്ന 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 കാര്യത്തില് ഇന്ന രീതിയിൽ കുറച്ചും വലുതാക്കിയിട്ടും അല്ലെ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യനും തരും, 10 മാർക്കിന്റെ ക്വസ്റ്റ്യനും തരും. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിറച്ചും ക്വസ്റ്റ്യൻ തരും. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി, അപ്പൊ നിങ്ങളെ കൂടെ ഞാനുണ്ട്, നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട് എന്നൊക്കെ റബ്ബ് പറഞ്ഞിട്ടും നമ്മള് കണ്ടോ എന്നാലും അല്ല. സുബ്ഹാനല്ലാഹ്, എന്താ നമ്മളെ അവസ്ഥ അല്ലെ. ഇനി നമ്മള് വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മള് പരീക്ഷണത്തിന്റെ അവിടെ മാറ്റി കേട്ടോ, വേറൊരാളുടെ അടുത്ത് പോവാ, അവർക്കൊരു വിഷമമുണ്ട്. സുബ്ഹാനല്ലാഹ്, അവർക്ക് എന്തെങ്കിലും വലിയൊരു നഷ്ടം, മരണോ എന്തെങ്കിലും ആവട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ എല്ലാരെ തൊട്ടും, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളെ തൊട്ട്. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് പോകുമ്പോൾ നമുക്ക് അല്ലാഹ് നമ്മളെ മുഖം തന്നെ വല്ലാത്തൊരു അവസ്ഥയിലാക്കിയിട്ടാ നമ്മൾ പോവല്ലേ. വല്ലാത്തൊരു സങ്കടമായി പോയി. എന്നിട്ട് നമ്മൾ ചോദിക്കുകയും ചെയ്യും എന്താ ശരിക്കും സംഭവിച്ചത്. ഓരത് വിശദീകരിക്കുകയും ചെയ്യും. എന്നിട്ട് അവര് വീണ്ടും പൊട്ടിക്കരയും, നമ്മൾ അത് മുഴുവൻ കേൾക്കുകയും ചെയ്യും. എന്നിട്ട് നമുക്കും വിഷമം വരും. ശരിയാണ്, നമ്മൾ പോണം, ആശ്വസിപ്പിക്കണം, ഒക്കെ ശരിയാണ്, വലിയ നഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ അള്ളാഹു പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലെ, വബശ്ശിരി സ്വാബിരീൻ, അവരെ സന്തോഷിപ്പിക്കില്ലേ. നമ്മളെ വിചാരം ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നാ. നമ്മൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ സിമ്പതി മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. സിമ്പതൈസ് ചെയ്തിട്ട് ഇങ്ങനെ വിഷമമൊക്കെ ആക്കിയിട്ട് മുഖമൊക്കെ ഇങ്ങനെ എന്തോ പോലെ ആക്കിയിട്ട് വേണം. എന്നിട്ട് അവസാനം ഒരു വലിയ ദീർഘനിശ്വാസത്തോടു കൂടി ആ എന്താക്കാനാലേ, വേറെ വഴിയൊന്നും ഇല്ലാത്തോണ്ട് നമ്മൾ പറയും ക്ഷമിക്കന്നെ, അള്ള പ്രതിഫലം തരൂ. അതൊരു ഒരു ലാസ്റ്റ് ചോയ്സാ നമുക്കൊക്കെ അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ മുമ്പ് ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളെ അഡ്രസ് ചെയ്ത് പറഞ്ഞപ്പം ഒരു കാര്യം പറഞ്ഞു തന്നു. 3 മക്കളെ നഷ്ടപ്പെട്ട ഒരു സ്ത്രീക്ക് സ്വർഗം ഉറപ്പാണ്. അവളുടെ കുട്ടികള് നരകത്തിൽ നിന്ന് തടയും, ഒരു ഷീൽഡ് ആവും. അപ്പം ആരോ വേറൊരു സ്ത്രീ ചോദിക്കുന്നുണ്ട്, രണ്ടിനും അല്ലെ, ഒന്നിനും അവരുടെ മക്കള് അവർക്ക് നരകം തടയും. സുബ്ഹാനല്ലാഹ്. ശരിക്കും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ നഷ്ടപ്പെടാൻ വന്ന വലിയ നഷ്ട അല്ലെ. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച്, പുരുഷന്മാർക്ക് ഇല്ല എന്നല്ല, സ്ത്രീകൾക്ക് ഭയങ്കര വലിയ നഷ്ടം. കാരണം അവരത്രയും അതിനു വേണ്ടിയിട്ട് സഫർ ചെയ്ത ആൾക്കാരാ. ഭയങ്കര പ്രയാസ സ്ത്രീകൾക്ക് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാലും വല്ലാത്തൊരവസ്ഥയായി പോയിട്ടോ എന്ന് നമ്മളെ മാതിരി പറയല്ല ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വാർത്ത നൽകുക ചെയ്തത് അല്ലെ. ആ കുട്ടി നിനക്കെതിരെ നരകത്തില് ഒരു ഷീൽഡായിട്ട് പടച്ചട്ടയായിട്ട് നിൽക്കുന്ന, സുബ്ഹാനല്ലാഹ്, നിന്നെ നരകത്തിൽ പ്രവേശിക്കാൻ സമ്മതിക്കൂലെന്ന്. ഈവൻ മിസ്കാരേജസും, അതായത് അബോർഷൻസും. സുബ്ഹാനല്ലാഹ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വാർത്ത അറിയിക്കുക ചെയ്തത്. അങ്ങനെയാണ് നമുക്ക് കാണിച്ചു തന്നത്. നമ്മളോ നാലും വല്ലാത്തൊരവസ്ഥയായി പോയി അല്ലെ. നമ്മളെ കാര്യമോ നമ്മൾ അങ്ങനെ എടുക്കും, ബാക്കിയുള്ളവരുടെ കാര്യമാണെങ്കിലും നമ്മൾ അങ്ങനെയേ പറയുള്ളൂ. അള്ളാഹ് പറയുന്നത് എന്താ, വബശ്ശിരി സ്വാബിരീൻ, ക്ഷമയുള്ളവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. കാരണം ഈ ഒരു സന്തോഷ വാർത്തയേക്കാൾ വലുത് ഭൂമിയിൽ എന്തുണ്ടല്ലേ. നരകത്തിൽ അവിടെ പരിചയമായിട്ട് ഉണ്ടാവും എന്ന് പറയുന്നതിനേക്കാളും വലുത് എന്തുണ്ട്. ഇത്ര വലിയ ആശ്വാസമാണ് അതല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം ആരെങ്കിലും വിഷമമുള്ള അവസ്ഥയിൽ ചെല്ലുമ്പോൾ ഹാപ്പി ആയിട്ട് അവരെടുത്ത് പറയാ അല്ലെ. സുബ്ഹാനല്ലാഹ്, ബശീർ സ്വാബിരീൻ, അള്ളാന്റെ സന്തോഷ വാർത്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അല്ലെ, ഭാഗ്യാണ്, അൽഹംദുലില്ലാഹ്. അള്ളാന്റെ വാക്കും കീപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ തരും, നീ ഇന്നതൊക്കെ ചെയ്താൽ മതി, ഇനി നീ ഇന്നതൊക്കെ ചെയ്താൽ ഞാൻ നിന്റെ കൂടെയുണ്ട്, നിനക്ക് സന്തോഷ വാർത്തയുണ്ട്. ശരിക്കും അള്ളാന്റെ വാക്ക് പുലരുന്ന സാഹചര്യങ്ങളാണ് അല്ലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉടനീളം സംഭവിക്കുന്നത്. അതാണ്. പിന്നെ എന്ത് സംശയ, എന്ത് വിഷമാ നമുക്ക് വേണ്ടത് അല്ലേ.
വബശ്ശിരി സ്വാബിരീൻ. അവർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ശരിക്കും ഈ പറഞ്ഞതിലൂടെ കടന്നു പോവാത്ത ഒരു വ്യക്തി ഇവിടെ ഈ ക്ലാസ് കേൾക്കുന്നതിൽ ഉണ്ടാവില്ല അല്ലെ? അപ്പൊ നമുക്ക് സന്തോഷിക്കാനല്ലാതെ സങ്കടപ്പെടാൻ എന്ത് കാരണമാണ് ഭൂമിയിലുള്ളത്? എന്ത് ഒരു കാരണമാണ് നമുക്ക് ഭൂമിയിലുള്ളത് സങ്കടപ്പെടാൻ? അൽഹംദുലില്ലാ, പ്രതീക്ഷയോടുകൂടി എന്താണ് ഫസ്തബിഖുൽ ഖൈറാത്ത് അല്ലെ, അള്ളാഹുവിന്റെ ഖൈറിലേക്ക് ഓടി അടുക്കുക. അത് മാത്രമേ ചെയ്യാനുള്ളൂ, അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. സുബ്ഹാനല്ലാഹ്, അത് മതി നമുക്ക്. അൽഹംദുലില്ലാ, നമുക്ക് കളയാൻ സമയമില്ല. നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല നാളെ നമ്മളുടെ അവസ്ഥ എന്താ. നമുക്ക് നാളെ പോയിട്ട് അടുത്ത ഒരു മണിക്കൂർ നമുക്ക് ഉണ്ടോന്ന് നമുക്ക് ഗ്യാരണ്ടി ഇല്ല. അൽഹംദുലില്ലാ. അപ്പൊ നമുക്ക് ഓടണ്ടേ അല്ലെ? എല്ലാവർക്കും ഓടണ്ടേ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് വസ്തഈനു ബിസ്സബ്രി വസ്സലാ അല്ലെ, ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ, നമ്മള് നമസ്കാരവും ക്ഷമയും കൊണ്ട് അള്ളാഹിന്റെ അടുത്ത് സഹായം തേടിക്കൊണ്ട് ഓടിക്കൊണ്ടേയിരിക്കുക. ഒരാളും ഓട്ടം നിർത്തണ്ട. ഓട്ടം തുടങ്ങാത്തവര് തുടങ്ങുക. റബ്ബിന്റെ അടുത്ത് ചോദിക്കുക, റബ്ബേ ഏത് ട്രാക്കിൽ ഞാൻ ഓടണം, നീ കാണിച്ച, ഞാൻ എന്തിനും തയ്യാറാ, നിന്റെ സഹായം ഉണ്ടായാൽ മതി. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവന് ഏറ്റവും തൃപ്തിയുള്ളവരുടെ കൂട്ടത്തിൽ, തൃപ്തിയോടുകൂടി മരിച്ച അവന്റെ അടുത്തേക്ക് ചെല്ലുന്നവരുടെ കൂട്ടത്തിൽ, ശുഹദാക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു തൗഫീക്ക് നൽകി കഴിഞ്ഞാൽ നമുക്ക് ഷഹീദാവാൻ യാതൊരു പ്രയാസവും ഇല്ല. അള്ളാഹു ശുഹദാക്കളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും, നമ്മുടെ കുടുംബങ്ങളെയും, നമ്മുടെ മക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്ന എല്ലാ പരീക്ഷണങ്ങളെയും അതിന്റെ സെൻസിൽ മനസ്സിലാക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന ടൂളുകൾ ഉപയോഗിച്ച് അതിനെ നേരിടാനും അത്തരത്തിൽ അള്ളാഹു കൂടെയുള്ളവരുടെ കൂട്ടത്തിലായി ആവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.